ഡിബേറ്റ് വിത്ത് മാധു സജി. ഉദ്യോഗാർത്ഥികളുടെ ഭാവി ചവിട്ടിയരയ്ക്കുന്ന വെള്ളാനയായി PSC മാറിയത് ആരുടെ കുറ്റമാണ്? ഇഷ്ടക്കാരെയും വേണ്ടപ്പെട്ടവരെയും രക്ഷാപ്രവർത്തകരെയും കരുതുന്നതിനിടയിൽ ഉപ്പുകല്ലിൽ മുട്ടുകുത്തി നിന്നവരെ കാണാതെ പോയത് എന്തുകൊണ്ടാണ്? ആളുകൾ കർക്കിച്ചു തുപ്പി കടന്നുപോകുന്ന പൊതുവഴിയിൽ, തെരുവ് നായകൾ കിടന്നുറങ്ങുന്ന പെരുവഴിയിൽ വീണു കിടന്ന് സമരം ചെയ്തവരെ കൊഞ്ഞനം കുത്തി കാണിച്ച് പിൻവാതിലൂടെ പ്രിയപ്പെട്ടവരെ കൈപിടിച്ചു കയറ്റിയതിന് ആരാണ് മറുപടി പറയുക? പരീക്ഷാ ക്രമക്കേട് നടത്തി സംഘടനാ പ്രവർത്തകർക്ക് 1-ാം റാങ്ക് കിട്ടിക്കുന്ന കൺകെട്ടിന് ആരറുതി വരുത്തും? അർഹതയുള്ളവനെയും ആരുമില്ലാത്തവനെയും ഇല്ലാതാക്കി അധികാര തണലിൽ മിടുക്കരായി ഉദ്യോഗം നേടിയവന്റെ കോളറിന് പിടിക്കാൻ ഇവിടെ നിയമമുണ്ടോ എന്നതാണ് അറിയേണ്ടത്. നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരവുമായി എത്തുന്നവരോട് ഈ സർക്കാരിന്റെ സമീപനവും അറിയേണ്ടതുണ്ട്. നോക്കുകുത്തിയായ ലിസ്റ്റുകൾ ഇനിയും തുടരുമോ എന്നും അറിയേണ്ടതുണ്ട്. യുവാക്കളെ വഞ്ചിച്ചോ? കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, ഇടത് നിരീക്ഷകൻ ശ്രീ M ജയചന്ദ്രൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജോസഫ് C മാത്യു, ഒപ്പം ആം ആദ്മി പാർട്ടി പ്രതിനിധി അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ ജോസഫ് C മാത്യു, PSC ഒരു വെള്ളാനയാണ് എന്ന് സൂചിപ്പിക്കുന്ന പലതരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നു. പക്ഷേ ഇന്നും പുറത്തു വരുന്ന ചില വിവരങ്ങളുണ്ട്. അത് ലിസ്റ്റ് നോക്കുകുത്തിയാക്കിക്കൊണ്ട് നടത്തിയ ഈ നിയമനങ്ങളുടെ പട്ടികകളാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ PSC ഒരു കുത്തഴിഞ്ഞ സംവിധാനമായി നിൽക്കുന്നത്? അതിന് വിശ്വാസ്യത വേണം എന്നുള്ളതാണ് പൊതുജനത്തിന്റെ ആഗ്രഹം. വിശ്വാസ്യതയെ തകർക്കരുത് എന്നാണ് എല്ലാ വിവാദ കാലത്തും അധികാരികൾ മറുപടി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇത് പ്രകടമായ അനാസ്ഥയാണല്ലോ. തീർച്ചയായിട്ടും ആണ് മധു. ഇതിൽ നമ്മൾ PSCയെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ, അതിനെ സംബന്ധിച്ച് ഉള്ള സമരങ്ങൾ, ഇതൊന്നും കാണുന്നത് ആദ്യമായിട്ടല്ല. പക്ഷേ ഇപ്രാവശ്യത്തെ വിവാദങ്ങൾക്ക് ഞാൻ കരുതുന്നത് ഒരു പ്രത്യേകത ഉണ്ട്, നേരത്തെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു, സമയത്ത് നിയമനങ്ങൾ, ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല, അതിന്മേൽ പബ്ലിഷ് ചെയ്യുന്ന അഡ്വൈസ് മെമ്മോ കിട്ടുന്നവർക്ക് ജോലി കിട്ടുന്നില്ല, ലിസ്റ്റ് ക്യാൻസലായി പോകുന്നു. അങ്ങനത്തെ ഒരുപാട് ആക്ഷേപങ്ങൾ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. അതെല്ലാം ഒരു പൂർണ്ണമായ ഒരു തൊഴിൽ ദായക സംവിധാനം എന്നുള്ള രീതിയിൽ എക്സിക്യൂട്ടീവിൻ്റെ പരാജയങ്ങളായിട്ടാണ് കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ളത്. അതിൽ ഈ PSC എന്ന് പറയുന്ന സ്ഥാപനം അവരുടെ ജോലി നിർവഹിക്കുന്നുവെന്നും, എന്നാൽ അതിനെ വേണ്ട രീതിയിൽ അവിടോട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല, അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് ജോലി നൽകുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ആക്ഷേപങ്ങളാണ് കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ പൊതുജനങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കിയാൽ ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കുക എന്നുള്ളതാണ്. ഇവിടെ തൊഴിലില്ലായ്മ വലിയ രൂക്ഷമായി നിൽക്കുന്നിടത്ത് ഏറ്റവും വിശ്വാസയോഗ്യമായി മറ്റ് പരിഗണനകളില്ലാതെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനം എന്നുള്ള രീതിയിലാണ്, ഭരണഘടനാ സ്ഥാപനം എന്നുള്ള രീതിയിലാണ് PSCയോട് നമുക്കെല്ലാം ഉള്ള താല്പര്യം. അതിനെ നിലനിർത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്ന് നമ്മൾ വാദിക്കുന്നത്. ഇതിൽ ഈ എക്സിക്യൂട്ടീവിനില്ല താല്പര്യമില്ലായ്മ നമുക്ക് പല രീതിയിൽ കാണാൻ കഴിയും. നിയമനങ്ങൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല. നിയമനങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതിന് പകരം അങ്ങനെ റിപ്പോർട്ട് ചെയ്യാത്ത നിയമനങ്ങൾക്ക് വേണ്ടി വേറെ ഒരു ബോർഡ് ഉണ്ടാക്കുക. അങ്ങനെയാണ് പബ്ലിക് സെക്ടർ സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എന്നും പറഞ്ഞ് ഒരു ബോർഡ് കഴിഞ്ഞ ഗവൺമെൻറ് സമയത്തുണ്ടാക്കി. അതുതന്നെ എന്തിനാന്ന് പറഞ്ഞാൽ PSC മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം ചെയ്യാവുന്ന വേറൊരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. താൽക്കാലിക നിയമനങ്ങൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് എടുക്കണം എന്ന വ്യവസ്ഥയുള്ളപ്പോൾ അതെടുക്കാതെ നമുക്ക് വേണ്ടപ്പെട്ടവരെ നിയമിക്കുക, എന്നിട്ട് അത് നീട്ടിക്കൊടുക്കുക, 10 വർഷമായി മനുഷ്യത്വപരമായ പരിഗണന എന്ന് പറഞ്ഞ് സ്ഥിരപ്പെടുത്തുക, ഇത് നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്നേ താൽക്കാലിക നിയമനങ്ങൾ എടുക്കാവൂ എന്നുള്ളത് അവഗണിച്ചു. അതിനുശേഷം CMD കേരള എന്നും പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടാക്കി. അതുവഴി ഇപ്പോൾ KSRTCയിലെയൊക്കെ നിയമനം നിങ്ങൾ നോക്കിയാൽ വേറെ പലതും ഉണ്ട്. അവിടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഡ്രൈവർമാരുടെയും കണ്ടക്ടർമാരുടെയും ഒക്കെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് പുതിയ വ്യവസ്ഥകളോടുകൂടി. അങ്ങനെ ഈ PSC എന്നുള്ള ഒരു തൊഴിൽദായക സംവിധാനത്തെ, ഭരണഘടനാ സ്ഥാപനത്തെ അട്ടിമറിക്കാനുള്ള നടപടി എക്സിക്യൂട്ടീവ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ കാണുകയും അതിനെതിരെ നമ്മൾ പ്രതിഷേധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് PSC എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ന്യൂക്ലിയസ്, അത് കുറ്റമറ്റതാണ് എന്നുള്ളൊരു വിശ്വാസ്യത തകർന്ന് തരിപ്പണമാകുന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നമ്മൾ പ്ലാനിംഗ് ബോർഡിലെ നടന്ന പരീക്ഷയുടെ കാര്യം നമ്മൾ കണ്ടാണ്. 228 പേരെഴുതിയ ഒരു പരീക്ഷയാണ്.
വോളിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്കൂളിൻ്റെ 2 ക്ലാസ് മുറികളിൽ ഇരുത്തി പരീക്ഷ നടത്തി ഒരാൾക്കിരുന്ന് വാല്യുവേറ്റ് ചെയ്യാവുന്ന എണ്ണം മാത്രമേ ഉള്ളൂ. അവിടെ നടന്ന പരീക്ഷയിൽ 100 മാർക്കിൻ്റെ ചോദ്യത്തിൽ 58 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വാല്യൂ ചെയ്യപ്പെടുന്നില്ല. വെറും 42 മാർക്കിൻ്റെതേ വാല്യൂ ചെയ്യപ്പെടുന്നുള്ളൂ. അതും പരീക്ഷാർത്ഥികൾ 228 പേരുടെയും അങ്ങനെയാണ് എന്ന് പറഞ്ഞ് അങ്ങനെയാണ്. അങ്ങനെ സംഭവിക്കുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യം 1. 2, സംഭവിച്ച ശേഷം അത് തിരിച്ചറിയപ്പെടാതെ പോകുന്നത് എങ്ങനെ എന്ന് പറഞ്ഞാൽ ആ സംവിധാനം എന്ന് പറയുന്നത് ഈ 21 മെമ്പർമാരും അവിടെ വലിയ ഉദ്യോഗസ്ഥ വൃന്ദവും ഒക്കെ പിന്നെ എന്തിനാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. നാളെ ഇതുവരെ PSCയുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ആൾക്കാരുടെ പേരിനോടും മറ്റ് ഡീറ്റെയിൽസിനോടൊപ്പം അവർക്ക് ലഭിച്ച മാർക്കും കൂടി പ്രസിദ്ധീകരിക്കാറുണ്ട്. ഇപ്രാവശ്യത്തെ ഈ പറയുന്ന ലിസ്റ്റിൽ മാർക്കില്ല. അപ്പോൾ നിങ്ങളൊരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനായിട്ട് PSC കൊടുക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന വെറും ഒരു ക്ലറിക്കൽ സ്റ്റാഫിന് പോലും ഇതെന്താ ഇതിൽ മാർക്ക് ഇല്ലാത്തത് എന്നൊരു ചോദ്യം സ്വാഭാവികമായി വരേണ്ടതാണ്. വന്നില്ല, അത് പുറത്തു പോകുന്നു, അതിനെക്കുറിച്ച് വിവരാവകാശം പരാതി വരുന്നു. അപ്പോഴെങ്കിലും ഇത് തിരിച്ചറിയേണ്ടതാണ്. തിരിച്ചറിയുന്നില്ല, കറക്റ്റ് ചെയ്യപ്പെടുന്നില്ല. ഇത് ഒളിപ്പിച്ചും മറച്ചും വെക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് മാത്രമല്ല, അതുവഴി നിയമനവും നടക്കുന്നു, അതുവഴി ശമ്പളവും നൽകപ്പെടുന്നു. ഇതിന് പരാതിക്ക് പോകുന്നവരുടെ എല്ലാ പരാതിയും എങ്ങനെ ഒതുക്കാം എന്ന് തീരുമാനിക്കുന്നു. അവസാനം ഇത് നിവൃത്തിയില്ലാതെ പരീക്ഷാ ഷീറ്റ് പുറത്തു കൊടുക്കേണ്ടി വരികയും ഇങ്ങനെ 58 മാർക്കിൻ്റെ വലിയ ഭൂരിഭാഗവും വാല്യൂ ചെയ്തിട്ടില്ല എന്നുള്ള തെറ്റ് തിരിച്ചറിയുകയും ചെയ്യുന്ന ഘട്ടത്തിൽ പോലും ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അന്വേഷിക്കാൻ പുറത്തുള്ളവരെ ഒരു അന്വേഷണ സംവിധാനത്തെ ഏൽപ്പിക്കാൻ തയ്യാറല്ല. ഇന്റേണലി ഒരു വിജിലൻസ് സംവിധാനമുണ്ട്, അവരെ ഏൽപ്പിക്കും എന്ന് ബോർഡ് കൂടി തീരുമാനിക്കുന്നു, പത്രക്കുറിപ്പ് ഇറക്കുന്നു. പക്ഷേ തീരുമാനം വരുമ്പോൾ അത് പരീക്ഷാ കൺട്രോളർ ചെയ്താൽ മതി എന്ന് പറയാം. ഇതിലെ ഒന്നാം പ്രതി പരീക്ഷാ കൺട്രോളറും 2ാം പ്രതി ചെയർമാനുമാണ്. ഇവർ അവിടുത്തെ പരീക്ഷ ചോദ്യ പേപ്പർ തയ്യാറാക്കുന്നു, അതിൻ്റെ രീതി നിങ്ങൾ അവിടുത്തെ മെമ്പർമാരോടൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ മെമ്പർമാരെല്ലാം അവിടെ ഇങ്ങനെ പല വീതം വെപ്പിൻ്റെ ഭാഗമായി അവിടെ വരുന്നു എന്നല്ലാതെ ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇവരാണ്. ആ സംവിധാനം അങ്ങനെ നിലനിൽക്കണമെന്നുള്ള വേറെ ഒരു കാര്യം. നിലവിൽ പക്ഷേ അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് പറ്റിയ കൊടിയ വീഴ്ച അന്വേഷിക്കാൻ അവരിൽ തന്നെ ഒരാളെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവരിത് അവിടെ അവസാനിപ്പിക്കാനുള്ള സംവിധാനം ആലോചിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ടെന്ന് അവർക്കറിയാം. അങ്ങനെ അവരുടെ അവിടെ അത് കുഴിച്ചു മൂടാനുള്ള വ്യഗ്രത കാണിക്കുന്നത് ഇവരാരും ആത്മാർത്ഥമായിട്ടല്ല ഇത് ചെയ്യുന്നതെന്നുള്ളതാണ്. ഈ ബ്യൂറോക്രാറ്റ്സ് ആയിട്ട് ഉദ്യോഗസ്ഥരായിട്ട് വിദ്യാഭ്യാസ യോഗ്യത നേടി വന്നവർ അതിൻ്റെ തലപ്പത്തുണ്ട്. അവരിതിനെ കുഴിച്ചു മൂടുക എന്ന് പറഞ്ഞാൽ ഇത് അക്ഷന്തവ്യമായ തെറ്റാണ്. അതുകൊണ്ട് ഇതിൻ്റെ അന്വേഷണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും PSCക്ക് പുറത്തേക്ക് വന്ന് ഉത്തരവാദിത്തപ്പെട്ട അന്വേഷണം നടത്തി ഇതിൻ്റെ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, കൂടുതൽ വിവരങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഓക്കെ, ഡോക്ടർ ജിൻഡോ ജോൺ, എന്തുകൊണ്ടാണ് ആഭ്യന്തര വിജിലൻസ് അന്വേഷണം എന്നുള്ളത് പോലും ചോദ്യമായിരുന്നു. കാരണം ഇത് അതിന് പുറത്തേക്ക് അന്വേഷിക്കേണ്ടതാണ്. PSCയുടെ ആഭ്യന്തര വിജിലൻസ് അന്വേഷിച്ചാൽ ഇത് പുറത്തേക്ക് വരില്ല എന്ന വിമർശനങ്ങൾക്കിടയിലാണ് അങ്ങനെയുമല്ല, കള്ളനെ താക്കോൽ നോക്കാൻ ഏൽപ്പിക്കുന്നത് പോലെ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ തന്നെ ഇത്തരത്തിൽ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തുന്നു. അതിലൊരു അട്ടിമറി ഉണ്ടാകുന്നതിന് വിമർശനം കൂടി ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ ഉള്ളുകള്ളികൾ പുറത്തു വരണം എന്നൊരു വിചാരം അധികാരത്തിലിരിക്കുന്നവർക്കില്ലേ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അക്കാര്യത്തിൽ കൃത്യമായിട്ട് യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ OJ ജനീഷ് കൃത്യമായിട്ട് സർക്കാരിൻ്റെ സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ യുവജനങ്ങളുടെ പ്രത്യേകിച്ച് സർക്കാർ ജോലി സ്വപ്നം കണ്ടുകൊണ്ട് PSCയെ ആശ്രയിക്കുന്ന PSC ടെസ്റ്റുകൾ എഴുതി വർഷങ്ങളോളം കാത്തിരിക്കുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരുടെ ആ വികാരം കൃത്യമായി മനസ്സിലാക്കുന്നതാണ് കേരളത്തിലെ ഇന്നത്തെ UDFൻ്റെ സർക്കാർ. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എനിക്ക് മാധു ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഇപ്പോൾ പരീക്ഷാ കൺട്രോളർ ഈ കേസ് അന്വേഷിക്കണം, ആഭ്യന്തര അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അന്വേഷിക്കണമെന്ന് ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട ജോസഫ് C. മാത്യു സാർ അത് കാര്യം പറഞ്ഞു. അപ്പോൾ ഒരു കുറ്റവാളി തന്നെ അദ്ദേഹത്തിൻ്റെ കുറ്റം അന്വേഷിക്കുന്ന ഒരു നിലപാട് ഇത് ശരിയായ മാതൃകയല്ല. പക്ഷെ നമുക്ക് ചില പരിമിതികളുണ്ട്. PSCയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ ചില പരിമിതികളുണ്ട്. ഇതിന് സമാനമായ ഒരു കേസ് നമ്മൾ കുറേ കാലം മുമ്പ് കണ്ടിട്ടുണ്ട്. നവീൻ ബാബു എന്ന ADM, കണ്ണൂരിലെ ADM മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയ നവീൻ ബാബുവിനെ ആ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അതിൽ അന്നത്തെ കളക്ടറായിരുന്ന അരുൺ വിജയൻ അടക്കമുള്ള ആളുകൾ ആക്ഷേപത്തിന് വിധേയമാക്കപ്പെട്ട ആളുകളാണ്.
ആരോപണ വിധേയരാണ്. അവരോട് ചോദ്യം ചോദിക്കാൻ CIനെയാണ് ആദ്യം അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ കുറേ കാലങ്ങളായിട്ട് നടന്നു വരുന്നതാണ്. സമാനമാണ് PSCയിലെയും സാഹചര്യം. നമ്മളൊന്ന് പരിശോധിക്കണം. 2025 ഫെബ്രുവരി ദിവസം 19-ാം തീയതി കേരളത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ ക്യാബിനറ്റ് കൂടി PSC മെമ്പർമാരുടെ ശമ്പളം 2.25 ലക്ഷത്തിൽ നിന്ന് 3.25 ലക്ഷമായിട്ട് ഉയർത്തി. അത് PSC ചെയർമാൻ്റെ ആണെങ്കിൽ 3,85,000 പ്ലസ് മറ്റ് അലവൻസുകളും ആനുകൂല്യങ്ങളും ഒക്കെ അങ്ങനെ വേറെയുണ്ട്. അങ്ങനെ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന, ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന എന്ത് പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ? പാർട്ടി സഖാക്കന്മാരുടെ മനുഷ്യരെ തല്ലിക്കൊല്ലാൻ നോക്കുന്ന ഗവൺമെന്റ് ആശാവർക്കർമാരുടെ സമരം 1000 രൂപ കൂട്ടിക്കൊടുക്കാനുള്ള ആശാവർക്കർമാരുടെ സമരം തെരുവിൽ നടക്കുമ്പോഴായിരുന്നു ഈ വെള്ളാന. തീർച്ചയായിട്ടും ആശാവർക്കർമാർ മഞ്ഞും മഴയും വെയിലും കൊണ്ട് സെക്രട്ടേറിയറ്റ് പുറത്ത് സമരം ചെയ്യുമ്പോൾ അവർ മഴയത്തിരുന്നപ്പോൾ അവരുടെ ടാർപോളിംഗ് ഷീറ്റ് വെട്ടിക്കീറി കളഞ്ഞ സർക്കാരിൻ്റെ പ്രതിനിധികൾ, ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ക്യാബിനറ്റാണ് അന്നത്തെ തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ ഭാര്യ കൂടി അംഗമായിട്ടുള്ള PSCക്ക് 2.25 ലക്ഷത്തിൽ നിന്ന് 3.25 ലക്ഷമായിട്ട് PSC മെമ്പർമാരുടെയും ചെയർമാൻ്റെ ശമ്പളം 3,85,000 വർദ്ധിപ്പിച്ചു കൊടുത്തത്. ഇത്തരം തോന്നിവാസവും തെമ്മാടിത്തരവും കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് അന്ന് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തത്. ഉളുപ്പെന്ന് പറഞ്ഞൊരു വാക്കിന് എന്തെങ്കിലും അർത്ഥമുള്ളവരാണ് PSC അംഗങ്ങൾ രാജിവെച്ച് പുറത്തു പോകണം. മനുഷ്യരുടെ വെട്ടത്ത് ഇറങ്ങി നടക്കാൻ ഇവരെ നമ്മൾ സമ്മതിക്കരുത്. ഓരോ PSC മെമ്പറേയും കാണുമ്പോൾ നമ്മൾ പൊതുസമൂഹത്തിൽ പറയണം, ഈ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ കണ്ണീരിന്റെ ഉപ്പ് കലർന്ന ചോറുണ്ടെന്നവരാണ് ഇവരെന്ന് നമ്മൾ പുറത്ത് വിളിച്ചു പറയണമെന്നേ. ഏത് സർക്കാർ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ, ഉന്നത ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളായാലും പാവപ്പെട്ടവരെ ഇതുപോലെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മര്യാദ വേണ്ടേ? PSC മെമ്പർ, PSC ചെയർമാൻ എന്നുള്ള സ്ഥാനത്തിരുന്ന് ഞെളിഞ്ഞ് ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ബോർഡും വെച്ച് യാത്ര ചെയ്യുന്ന ഇവരെ പൊതുസമൂഹത്തിന് മുമ്പിൽ കാണുമ്പോൾ പാവപ്പെട്ടവരെ കൊള്ളയടിക്കുന്നവരെന്ന് നമ്മൾ ടാഗ് ചെയ്യണം. എന്നാലേ ഈ പണിയൊക്കെ നിർത്തുകയുള്ളൂ. എത്ര വിദ്യാർത്ഥികളാ, എത്ര ചെറുപ്പക്കാരാ, അവരൊക്കെ എത്രയോ വർഷം കാത്തിരുന്ന് എത്രയോ വർഷം കഷ്ടപ്പെട്ട് പഠിച്ചതാ. അല്ലാതെ മറ്റേ മാർക്ക് ലിസ്റ്റ് കോപ്പി അടിച്ച പരിപാടിയൊന്നുമല്ലല്ലോ ചെയ്തത്. ആ കുട്ടികൾ മുട്ടിലഴിഞ്ഞ് കല്ലുപ്പിൽ മുട്ടുകുത്തി കയ്യിലെ ചോര കൊണ്ട് പോസ്റ്റർ എഴുതി കയ്യിൽ കർപ്പൂരം കത്തിച്ച് എത്രയോ സമരങ്ങൾ ചെയ്തു, എത്രയോ സമരങ്ങൾ. ആ ഉദ്യോഗാർത്ഥികളോട് ഒരു തരത്തിലുമുള്ള കരുണ കാണിക്കാത്ത ആളുകളാണ് ഈ പറഞ്ഞ പാർട്ടി നേതാക്കന്മാരുടെ ഭാര്യമാരെയും ആശ്രിതരെയും അവരുടെ ബന്ധുക്കളെയൊക്കെ പിൻവാതിലൂടെ നിയമിക്കുന്നത്. ഇത് പിൻവാതിൽ സർവീസ് കമ്മീഷനായി മാറി. കുറെ കാലം മുമ്പ് പറഞ്ഞത് പാർട്ടി സർവീസ് കമ്മീഷൻ എന്ന പാർട്ടിക്കാർ പോലും അല്ലല്ലോ, തോന്നിവാസമല്ലേ നടത്തുന്നത്. പാർട്ടിക്കാർക്കും അല്ലെങ്കിൽ പിണറായി വിജയന്റെ ആശ്രിതർക്കും അതുപോലെ തോന്നിവാസം ചെയ്യുന്നവർക്കുള്ള പിൻവാതിൽ സർവീസ് കമ്മീഷനായിട്ട് PSCയെ മാറ്റിയ മുഴുവൻ ആളുകളെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ എന്തെങ്കിലും വഴികളുണ്ടോ എന്നാണ് പരിശോധിക്കപ്പെടേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന സർക്കാരിന് ചില പരിമിതികളുണ്ടെങ്കിലും അതിന് പുറത്തു നിന്ന് പൊതുസമൂഹത്തിന് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എങ്കിൽ, അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ടെങ്കിൽ സർക്കാരിന് ഇതിൽ പരിമിതി ഉണ്ടാക്കാൻ പാടില്ല. തീർച്ചയായിട്ടും ഞാനും അങ്ങനെ തന്നെ വിചാരിക്കുന്നത്. സാങ്കേതികമായിട്ട് നിയമപരമായിട്ടുള്ള എല്ലാ പരിമിതികൾക്കും അതീതമായിട്ട് ഇതിന് ഈ തോന്നിവാസത്തിന്, ഈ ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക്, ഈ കള്ളത്തരത്തിന്, ഈ നയവഞ്ചനയ്ക്ക് നേതൃത്വം കൊടുത്ത മുഴുവൻ എണ്ണത്തിനെയും പ്രോസിക്യൂട്ട് ചെയ്ത് പിടിച്ച് അകത്തിടണമെന്നേ. അവർ ഇത്രയും കാലം സുഖിച്ച് ജീവിച്ചത് നമ്മുടെ നികുതി പണത്തിൽ നിന്നല്ലേ. ഇനി കുറച്ചു കാലം ജയിലിൽ കിടന്ന് അവർ മര്യാദ പഠിക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, എന്തായാലും OJ ജനീഷ് അടുത്ത ക്യാബിനറ്റിലേക്ക് വിഷയം കൊണ്ടുവരും. മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ ശബരിമലയുമൊക്കെ ബന്ധപ്പെട്ട വിഷയത്തിൽ കോടതി നേരിട്ടൊരു SIT രൂപീകരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് ചെയ്തത്. ആ തരത്തിൽ മുന്നോട്ട് പോവുകയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ എന്നുള്ളതാണ്. ശ്രീ M ജയചന്ദ്രൻ, ഇപ്പോൾ ഈ PSC നടത്തുന്ന പരീക്ഷകൾ, അതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ, ആരോപണങ്ങൾ, അതൊക്കെ ഒരു വശത്ത് നടക്കുന്നു. ശ്രീ M ജയചന്ദ്രൻ, നമ്മൾ കഴിഞ്ഞ ദിവസവും ഈ വിഷയത്തിൽ ചർച്ചയ്ക്കിരുന്നതുമാണ്. PSCക്കുള്ളിൽ നടക്കുന്ന നിയമനങ്ങളുമായി ബന്ധപ്പെട്ട വലിയ വെളിപ്പെടുത്തലുകൾ കൂടി ഇന്നുണ്ടാവുകയാണ്. അത് PSCക്കുള്ളിലെ ഓഫീസ് അറ്റൻഡന്റ് തസ്തിക ലിസ്റ്റ് നിലവിലുണ്ട് സാർ. പക്ഷെ അത് പരിഗണിക്കാതെ കരാർ ജീവനക്കാർക്കായി ആ തസ്തികകൾ മാറ്റിവെച്ചു എന്നുള്ളതാണ്. ലിസ്റ്റ് നിലവിലുള്ളപ്പോൾ കരാർ നിയമനം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നാട്ടിൽ നിലവിൽ സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള നിബന്ധന. അത് പക്ഷേ കരാർ ജീവനക്കാർക്ക് വേണ്ടി മാറ്റിവെച്ചു. അവിടെ PSC ചെയർമാന്റെ ഡ്രൈവറുടെ ഭാര്യ നിയമിതയാകുന്നു. ഇനി ഈ പറയുന്ന ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഉള്ള ഗൺമാന്റെ അളിയൻ നിയമിതനാകുന്നു. വേറൊരാൾക്ക് സൊസൈറ്റിയിൽ നിയമനം കൊടുക്കുന്നു, ശമ്പളം അറ്റൻഡന്റ് പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ഇങ്ങനെ യൂണിയൻ നേതാവിന്റെ സഹോദരിയുടെ മകന് ഡ്രൈവർ പോസ്റ്റ് കൊടുക്കുന്നു. ഇനി പാർട്ടി പത്രത്തിലെ ജീവനക്കാരന് അവിടെ PSCയുടെ പബ്ലിക്കേഷന്റെ ലേ ഔട്ട് നിൽക്കാനുള്ള അവസരം കൊടുക്കുന്നു. അയാൾക്ക് 10,22,000 രൂപ ശമ്പളം കൊടുക്കുന്നു. ഇങ്ങനെ മാധ്യമങ്ങളിൽ വാർത്ത വരികയാണ്. അപ്പോൾ പുറത്ത് നടത്തുന്ന പരീക്ഷ മാത്രമല്ല, അവിടെ നടത്തുന്ന താൽക്കാലിക നിയമനങ്ങളിൽ പോലും ഇഷ്ടക്കാരെ കുത്തിക്കയറ്റാനുള്ള ഇടപെടലുകൾ എങ്ങനെയാണ് PSCക്ക് നടപ്പിലാക്കാൻ കഴിയുന്നത്? ശ്രീ ജയചന്ദ്രൻ. മാധു, ഈ വിഷയത്തിൽ ഇപ്പോൾ രണ്ടുപേര് ചർച്ച ചെയ്തതിൽ ശ്രീ ജോസഫ് C. മാത്യു പറഞ്ഞ അഭിപ്രായങ്ങളോട് ഞാൻ പരിപൂർണമായി യോജിക്കുന്നു. ജിൻഡോ പറഞ്ഞ അഭിപ്രായങ്ങളോട്
ശക്തമായി വിയോജിക്കുകയും ചെയ്യുന്നു. കാരണം ഈ PSCയിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ എന്താണ് നടക്കുന്നത് എന്ന് ഇതുപോലെ ചർച്ചയിൽ ഒന്ന് പറയണമെങ്കിൽ ആദ്യം അവിടുത്തെ ആന്തരികമായ ക്രമീകരണം സംവിധാനം എങ്ങനെയാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ പറയാൻ പറ്റൂ. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് രാഷ്ട്രീയ പ്രസംഗം നടത്താം. അതല്ലല്ലോ ഇവിടെ ആവശ്യം. പ്രശ്നങ്ങളിലേക്ക് എങ്ങനെ ചെന്നെത്താം, അതെങ്ങനെയാണ് പരിഹാരത്തിൻ്റെ ഭാഗത്തേക്ക് കടക്കുന്നത്, ഇതാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ പറയുമ്പോൾ PSCയിൽ ഇന്നുണ്ടായിട്ടുള്ള വാദവിവാദങ്ങളുടെ മുഴുവൻ ഉത്തരവാദി നിസ്സംശയം ഞാൻ പറയും PSC ചെയർമാനാണ്. ഒരു സംശയമില്ലാതെ ഞാൻ പറയും. ബാക്കിയെല്ലാം അതിൻ്റെ പിന്നാലെ ഉള്ളൂ. ഈ ചെയർമാൻ്റെ നടപടികൾക്ക് പിന്നാലെ മാത്രമേ ഉള്ളൂ PSCയിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഗതികെട്ട സംഭവവികാസങ്ങളുടെ പിന്നാമ്പുറം എന്ന് പറയുന്നത്. അത് ഈ ചെയർമാൻ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു? പിന്നെ ഭരണഘടനാ സ്ഥാപനമാണ്, ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ അവരാഗ്രഹിക്കുന്ന ആശ്രയിക്കുന്ന സ്ഥാപനമാണ്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ PSC പ്രവർത്തിക്കപ്പെടുന്നത് പിന്നെ ഈ അവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന PSC മാനുവൽ 2 റൂൾസ് ഓഫ് പ്രൊസീജിയർ. ഈ PSC മാനുവലും റൂൾസ് ഓഫ് പ്രൊസീജിയറും ഇല്ലെങ്കിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇല്ല. അപ്പം അതാണ് അതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ PSC നടത്തുന്ന മുഴുവൻ പരീക്ഷകളിലെയും, ഏതെങ്കിലും ഒരു പരീക്ഷയുടെ അല്ല, മുഴുവൻ പരീക്ഷകളിലെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവിടുത്തെ എക്സാമിനേഷൻ കൺട്രോൾ ഓഫ് എക്സാമിനേഷൻസിനാണ്, മറ്റാർക്കുമല്ല. കൺട്രോൾ ഓഫ് എക്സാമിനേഷൻസ് ആണ് മുഴുവൻ പരീക്ഷകൾ നടത്തുന്നതും അതിൻ്റെ ആരാണ് അതിൻ്റെ ആൻസർ കീ ഉൾപ്പെടെ ആരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കേണ്ടത് ഇത് തീരുമാനിക്കുന്നതും പരീക്ഷ കൺട്രോളറാണ്. അപ്പോൾ ഈ പ്രശ്നം ഉയർന്നു വരുന്ന പ്രശ്നത്തിനെ എങ്ങനെയാണ് ചെയർമാൻ അഡ്രസ്സ് ചെയ്യുന്നത്? ആ പ്രശ്നം പിന്നെ അവർക്കൊരു SP ഉണ്ട് ഈ PSCക്ക്. പോലീസ് SP ഉള്ള സ്ഥാപനമാണ് PSC. അവിടേക്ക് അദ്ദേഹത്തിന് ഈ ഇന്റേണൽ എൻക്വയറി അങ്ങോട്ടാണ് വാസ്തവത്തിൽ നടത്തേണ്ടത്. അതിനുപോലെ അദ്ദേഹം കാണിച്ച പിന്നെ ഈ ശൃഗാല ബുദ്ധി, കുറുക്കൻ്റെ ബുദ്ധി എന്താണ്? കൺട്രോൾ ഓഫ് എക്സാമിനേഷനെ ആ അന്വേഷണത്തിന് ചുമതലയേൽപ്പിക്കുക. അതിൻ്റെ അകത്ത് ഞാൻ ഈ ശൃഗാല ബുദ്ധി എന്ന് പറയാൻ കാര്യം എന്താണെന്നറിയാമോ? ഈ കൺട്രോൾ ഓഫ് എക്സാമിനേഷൻസ് പിന്നെ നേരെ അദ്ദേഹത്തിൻ്റെതല്ലാത്ത നേരെ എതിർവശത്തുള്ള യൂണിയനിൽപ്പെട്ട പ്രധാനപ്പെട്ട ആളാണ്. ഞാൻ അവരുടെ ആളിൻ്റെ പേരൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സ്ഥാനത്തിൻ്റെ വലിപ്പമൊക്കെ അത്രയ്ക്ക് ഉള്ളതുകൊണ്ട് ഈ ചെയർമാൻ്റെയോ ഈ എക്സാമിനേഷൻ കൺട്രോളറുടെ ഒന്നും പേര് ഞാൻ ഈ ചർച്ചയിൽ പറയുന്നില്ല. പക്ഷേ ഇദ്ദേഹം കാണിച്ച ഈ കുറുക്കൻ്റെ ബുദ്ധി ഇതാണ്. എതിർകക്ഷിയിൽപ്പെട്ട ആളിനെ തന്നെ ഈ ചുമതല ഏൽപ്പിക്കുന്നു. അവർ ഭരണകക്ഷിയുടെ ആളാണ്, ഭരണകക്ഷി യൂണിയനിൽപ്പെട്ട ആളാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും അദ്ദേഹം ഈ കൺട്രോൾ ഓഫ് എക്സാമിനേഷൻസ് പെരുമാറുന്നത് എന്നതിന് മുൻകൂർ ഒരു തിരക്കഥ രചിച്ചില്ലെങ്കിലും അതിനനുസൃതമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പിന്നെ മറ്റേ PSC അംഗങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊന്നും യാതൊരു ധാരണയില്ല. അവരോട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല. ഒരു PSC യോഗത്തിലും ഈ പിന്നെ കൺട്രോൾ ഓഫ് എക്സാമിനേഷൻസ് പങ്കെടുക്കേണ്ട ആവശ്യമില്ല, പങ്കെടുക്കാറുമില്ല. എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം ചെയർമാൻ അനുവദിച്ചാൽ അവർക്ക് വന്ന് സംസാരിക്കാൻ കഴിയും. ഞാൻ അങ്ങയോട് എന്താണ് ചോദിച്ചത്, ഈ തരത്തിലുള്ള ക്രമക്കേടുകൾ പാർട്ടിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് അനധികൃതമായി പിൻവാതിൽ നിയമനം കിട്ടുന്നു എന്ന വെളിപ്പെടുത്തലുകൾ പുറത്തു വരികയാണ്. ലിസ്റ്റ് നിലനിൽക്കുമ്പോൾ അത് പരിഗണിക്കാതെ എംപ്ലോയ്മെന്റ് എക്സൈസിൽ നിന്ന് ആളുകളെ വിളിക്കണം എന്ന മാർഗനിർദ്ദേശം പരിഗണിക്കാതെ ഈ തസ്തികകളിലൊക്കെ എങ്ങനെയാണ് പാർട്ടിയുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾ നിയമിതരാകുന്നത് എന്നതാണ് എന്റെ ചോദ്യം. PSC മാനുവലുമായി ബന്ധപ്പെട്ടൊന്നും ഇതിനൊരു ബന്ധവുമില്ല. അല്ല, അത് താങ്കളുടെ വെർഷൻ, താങ്കൾ ആഗ്രഹിക്കുന്ന മറുപടി തരാനല്ല ഞാനിവിടെ ഇരിക്കുന്ന നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അത് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിക്കുക. എനിക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ ഈ ചർച്ചയിൽ പറയാനാണ് ഞാൻ വിളിക്കുന്നത്. എനിക്ക് കഴിയില്ല. ഇത് ഒരു ബോധവൽക്കരണ ക്ലാസ് അല്ലല്ലോ. അങ്ങേക്ക് അത് പറഞ്ഞു തരാനൊക്കെ അറിവുണ്ടെന്ന് എനിക്കറിയാം. PSC എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന ബോധവൽക്കരണ ക്ലാസ് അല്ലല്ലോ. അങ്ങ് അതിൽ എക്സ്പേർട്ട് ആണ് എങ്കിലും അതല്ലല്ലോ നമുക്ക് ചർച്ചയിൽ നടത്തേണ്ടത്. എങ്ങനെയാണ് പാർട്ടി അനുകൂലികൾ ഇതിൽ നിയമിതരാകുന്നത് എന്നതല്ലേ ചോദ്യം? അല്ല, നിങ്ങൾ പിന്നെ ഈ മാധു ഒരു മാധ്യമ സ്ഥാപനത്തിലാണല്ലോ ജോലി ചെയ്യുന്നത്. ചോദിച്ചു നോക്കൂ, തിരുവനന്തപുരത്ത് നിങ്ങളുടെ ഫീൽഡ് റിപ്പോർട്ടേഴ്സിന് ചോദിച്ചു നോക്കൂ, എത്ര പേർക്കറിയാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ ഇപ്പൊ പറയുന്നതല്ല അറിയുന്നത്, മുൻപ് എത്ര പേർക്കറിയാം, എത്ര പേര് ഈ കാര്യം പറഞ്ഞ് നിങ്ങൾക്കൊരു റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്, ഫയൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ.
ഞാൻ ഈ പറഞ്ഞ പോലെ എക്സാമിനേഷൻ കൺട്രോളർക്കാണ് ഇതിന്റെ മുഴുവൻ ചുമതലയെന്നും അവരറിയാതൊന്നും നടക്കില്ല എന്നുള്ളതും എത്ര റിപ്പോർട്ടർമാർ നിങ്ങളുടെ മാധ്യമ സ്ഥാപനത്തിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഒരു മാധ്യമ സ്ഥാപനം റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങളുടെ തർക്കമില്ല, ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് നടക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ PSCയിലെ നിയമനങ്ങൾ, അതായത് അങ്ങ് പറയുന്ന ഈ ചട്ടപ്പടി പ്രകാരമാണ് നടപ്പിലാക്കേണ്ടത് എന്ന ബോധ്യം അവിടെയുള്ളവർക്കും മറ്റുള്ളവർക്കും ഒക്കെ ഉണ്ടെങ്കിൽ PSC പരീക്ഷകൾ സുതാര്യമായി നടന്നേനെ. ഈ പറയുന്ന നിയമനങ്ങൾ ഒന്നുകിൽ ലിസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടന്നേനെ. ഇതൊന്നും നടക്കാത്തത് എന്ത് എന്നതാണ് സർ ചോദ്യം. എങ്ങനെയാണ് നടക്കേണ്ടത് എന്നല്ല. ഞാനതല്ല പറഞ്ഞു വരുന്നത്. അപ്പോഴുടനെ എന്റെ വായിൽ കമ്പിട്ട് ഊതിയിട്ട് ഉടനെയോ ഞാൻ എത്ര സമയം കാത്തുനിന്നു അങ്ങ് അതിലേക്ക് വരുമെന്ന് വിചാരിച്ചു. അങ്ങ് PSCയുടെ ഈ പറയുന്ന പ്രവർത്തന രീതി മുഴുവനും വിശദീകരിക്കുന്നത് വരെയും ഞാൻ കാത്തുനിന്നു. അങ്ങ് അത് അവസാനിപ്പിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാൻ പറഞ്ഞത്. അതിൽ ഒരു കമ്പിട്ടുമുട്ടലുമില്ല. എനിക്കെത്ര പറയാനുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. അടുത്ത ആളിലേക്ക് പോയിക്കോളൂ. അല്ല, എനിക്കെത്ര ഞാൻ ചോദിച്ച ചോദ്യം അഡ്രസ് ചെയ്യാൻ അങ്ങ് ഉദ്ദേശിച്ചിട്ടില്ല. അതായിരിക്കുമല്ലോ ഏറ്റവും നല്ലതാണ്. അല്ലേ? ഓക്കെ. അല്ല, ഈ നിയമനം എങ്ങനെയാണ് പാർട്ടിക്ക് ഏറ്റവും അടുത്ത ആളുകൾ നിയമിതരാകുന്ന ചോദ്യം അങ്ങ് അഡ്രസ് ചെയ്യുന്നില്ല. അല്ല, ഞാനതിൽ അജ്ഞനാണ്, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഏത് ചർച്ചയിലും വന്ന് പറയാറുള്ളൂ. ഇവിടെ എനിക്കതേ പറയാൻ കഴിയൂ. ഞാൻ ഈ അനധികൃത നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തന്നെയാണ് ഇന്നത്തെ ചർച്ചാ വിഷയമെന്ന് അങ്ങേ അറിയിച്ചതിന് ശേഷമാണ് ഈ ചർച്ചയ്ക്ക് അങ്ങേ ക്ഷണിച്ചത്. അല്ലാതെ PSC എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, PSC മാനുവലിൽ എങ്ങനെയാണ് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ബോധവൽക്കരണ പരിപാടിയിൽ ഭാഗമാകാനല്ല. അങ്ങനെ അധിക്ഷേപിക്കരുത് ആളുകളെ. ഈ വിഷയമാണ് ചർച്ചയ്ക്കെന്ന് ഞാൻ അങ്ങയോട് പറഞ്ഞതാണ്. അങ്ങ് ആ വിഷയത്തിൽ ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചതിന് ശേഷമാണ്. ഞാൻ പറഞ്ഞില്ല, അല്ല, എനിക്ക് എന്റെ നിലവാരത്തിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യാൻ പറ്റൂ. എന്റെ ചോദ്യത്തിൽ എന്ത് നിലവാരക്കുറവാണ് ഉണ്ടായത് അങ്ങ് പറയൂ. എന്റെ ചോദ്യത്തിൽ എന്ത് നിലവാരക്കുറവാണ് ഉണ്ടായത്? ശരി, ഇതുവരെയുള്ളതും പോകട്ടെ. ഞാൻ അങ്ങോട്ട് വളരെ ഫ്രഷ് ആയി ചോദിക്കാം. എന്റെ നിലവാരമല്ല ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അല്ലല്ലോ. അല്ല, ഇപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങേക്ക് അങ്ങയുടെ നിലവാരത്തിൽ ഇറങ്ങി വന്ന് സംസാരിക്കാൻ കഴിയില്ല എങ്കിൽ ആ ചോദ്യത്തിന് സാമാന്യമായ നിലവാരക്കുറവുണ്ടാകണം. ഇതുവരെയുള്ളതും പോകട്ടെ. ശ്രീ ജയചന്ദ്രൻ, ഇത്രയുമാണ് എന്റെ ചോദ്യം. ഒരൊറ്റ വരി ചോദ്യമേ ഉള്ളൂ. എങ്ങനെയാണ് എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് പാർട്ടിയുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് അനധികൃത നിയമനം ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നത്? അറിയില്ല, ഞാൻ വ്യക്തമാക്കി. ഇതിന്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനുമില്ല. ഈ ചർച്ചയിൽ ഉടനീളം എനിക്കൊന്നും പറയാനില്ല മറ്റൊന്നും. ശരി, അറിയില്ല, ഞങ്ങൾക്കും അറിയില്ലാഴികയാണ് സാർ. അങ്ങനെയാണെങ്കിൽ ആ അറിയില്ല എന്നുള്ള അവസ്ഥയിൽ ഞാൻ അങ്ങയോട് ഐക്യപ്പെടുകയും ചെയ്യുന്നു. കാരണം ഇത്രയധികം നിയമനങ്ങൾ, 10ഓളം ഓഫീസ് അറ്റൻഡന്റുമാരുടെ നിയമനം, ഡ്രൈവർ പോസ്റ്റിലേക്കൊക്കെ പാർട്ടി പത്രത്തിലെ ആളുകൾ, ഈ യൂണിയൻ നേതാക്കളുടെ സഹോദരിയുടെ മകൻ നിയമിതനാകുന്നത്, പാർട്ടി പത്രത്തിലെ ജീവനക്കാർക്ക് ഒരു അധിക സഹായം എന്ന നിലയ്ക്ക് മറ്റ് നിയമനങ്ങളൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അങ്ങേക്കും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. നമ്മൾ ആ കാര്യത്തിൽ യോജിക്കുന്നു സാർ. ഞാൻ മറ്റതിഥികളിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് വിനോദ് മാത്യു, ഈ ഇത്രയധികം ആളുകൾ, അല്ല, അങ്ങേക്ക് മറ്റൊന്നും പറയാനില്ല എന്ന് അറിഞ്ഞത് കൊണ്ടും അങ്ങയുടെ അനുമതിയോടും കൂടിയാണ് ഞാൻ മറ്റതിഥികളിലേക്ക് പോയത്. അങ്ങേക്ക് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ഞാൻ കേൾക്കാൻ തയ്യാറാണ്, പറയൂ. അല്ല, ആയിക്കോട്ടെ. അല്ല, ഒരു പഞ്ചായത്തിലെ താൽക്കാലിക നിയമനങ്ങൾ തീരുമാനിക്കുന്നത് പോലെ അത്ര ലാഘവത്തോടെ PSCയിലെ കാര്യങ്ങളൊക്കെ താങ്കൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അന്തം വിട്ടിരിക്കാൻ എനിക്ക് കഴിയും. സാർ, അത് എന്ത് ലാഘവത്വമാണ്? ഈ നിയമനങ്ങളിലാണ് സാർ ലാഘവത്വം ഉണ്ടായത്. ഇഷ്ടമുള്ള ആളുകളൊക്കെ വരൂ ജോലി തരാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുവന്ന് നിയമിക്കുന്നത് പോലെയല്ലേ? ഇന്നത്തെ പത്രങ്ങളിൽ എന്താണ് പറയുന്നത്? ഒരു വർഷം 30,000 പേർക്ക് ജോലി കൊടുക്കുന്ന സ്ഥാപനത്തിന്റെ ഖ്യാതിയാണ് അപഖ്യാതിയായി അവർ വെളിപ്പെടുത്തുന്നതും വിവരിക്കുന്നതും. അപ്പൊ അതില് ഇത്രയും നിയമനങ്ങൾ മാത്രം എടുത്ത് മാറ്റിവെച്ചിട്ടാണ് ഇത് കൊടിയ പാതകമാണ് ഇതിൽ നടക്കുന്നത്. 30,000 പേർക്ക് ജോലി കിട്ടുന്നു എന്നുള്ളതല്ല, ഒരാൾക്ക് അനധികൃതമായി നിയമനം കിട്ടുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യലാണ് സാർ നമ്മുടെയൊക്കെ തൊഴിൽ. അല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊക്കെ PRD വഴി പറയുന്നുണ്ടല്ലോ. 30,000 പേർക്ക് ഒരു വർഷം ജോലി കൊടുക്കുന്നുണ്ട്, ഒരാൾക്ക് അനധികൃതമായി നിയമനം കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് അങ്ങോട്ടല്ലേ പോവേണ്ടത്? ആ നീതിയല്ലേ നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്? അല്ല, ആയിക്കോട്ടെ. നമ്മൾ വെറുതെ ഈ ബാക്കിയുള്ള പാനലിസ്റ്റുകളുടെ സമയം കളയുന്നതിൽ അർത്ഥമില്ലല്ലോ മാധു. അല്ല, അങ്ങേക്ക് ആ വിഷയത്തിൽ ഒന്നും പറയാനില്ല എങ്കിൽ ശരിയാണ്, സമയം കളയലാണ്. വെറുതെ താങ്കളുടെ സമയം ഞാൻ കളയുന്നത്. അല്ല, അങ്ങ് പറയുന്നത് അനീതി ഒന്ന് ആലോചിച്ച് നോക്കും. 30,000 പേർക്ക് ജോലി ഒരു സ്ഥാപനം കൊടുക്കുന്നു, ചില നിയമനങ്ങൾ ഉണ്ടാകുന്നതിലെ വീഴ്ചകൾ പെരുപ്പിച്ചു കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പറയണ്ടേ സാർ? അത് പൊതുസമൂഹത്തോട് വിളിച്ചു പറയണ്ടേ? അതിനല്ലേ നമ്മളൊക്കെ ഇരിക്കുന്നത്? അതോ 30,000 പേർക്ക് ജോലി കൊടുക്കുന്ന നമ്മുടെ PSC അല്ലേ? അവരിങ്ങനെയൊക്കെ ചെയ്താൽ നമ്മളത് സമ്മതിച്ചു കൊടുക്കണമെന്ന് വിചാരിക്കണോ?
അല്ല, അതിൽ കഴിവുകെട്ട നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ നിക്ഷേപിക്കാൻ തയ്യാറല്ല. കഴിവുകെട്ട നിലപാട് ഞാൻ പരസ്യമായിട്ട് അത് ചാനലിൽ കഴിവുകേടല്ല, അത് അങ്ങയുടെ സൗകര്യമാണ്. കാരണം അങ്ങ് ഇടത് സഹയാത്രികൻ എന്ന ലേബലിലാണ് ഈ ചർച്ചയിലിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ PSCയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുടെ ഭാഗമായി പറഞ്ഞു, ഈ ചർച്ചയിൽ പാർട്ടി പ്രതിനിധികളെ പാർട്ടി അയക്കുന്നില്ല എന്നുള്ളത്. ഞാൻ അങ്ങോട്ടല്ല സംസാരിക്കുന്നത്, ഞാൻ പ്രേക്ഷകരോടാണ് സംസാരിക്കുന്നത്. ഞാൻ അങ്ങനെ പാർട്ടി പ്രതിനിധികളില്ല എന്ന് പറഞ്ഞതിനെ പാർട്ടി ഇപ്പോഴെങ്കിലും നല്ല തീരുമാനം എടുത്തല്ലോ എന്ന് പറഞ്ഞ് പാർട്ടിയുടെ സൈബർ അണികൾ ഘോഷിക്കുന്നത് ഞാൻ ഇടയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടു. അങ്ങനെ പാർട്ടിക്കാർക്ക് ഈ ചർച്ചകളിൽ പോയിരുന്ന നിലപാട് പറയേണ്ടതില്ല എന്നുള്ളത്. നോക്കൂ, 10 വർഷം ഭരിച്ച ഒരു സർക്കാരിന്റെ കീഴിൽ PSCയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അനധികൃത നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയാൻ പാർട്ടി ഔദ്യോഗികമായ പാനലിസ്റ്റുകളെ അയക്കുന്നില്ല. കഴിഞ്ഞ 3-4 ദിവസവും വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കുന്നത്. അവിടെയെല്ലാം വന്ന് ഘോരമായി പ്രസംഗിക്കുന്നുണ്ട് എതിർ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ. പക്ഷെ അവനവന്റെ കാലത്ത് നടന്ന ഇത്തരം നിയമനങ്ങളുടെ വിഷയത്തിൽ സംസാരിക്കാൻ പാർട്ടിക്ക് ആളെ അയക്കാൻ വയ്യ, പറയാൻ മറുപടിയില്ല. പക്ഷേ നിരീക്ഷകർക്ക് ആ തരത്തിൽ എന്റെ നിലപാടിതാണ്, എനിക്ക് ഇത്രേ പറയാനുള്ളൂ എന്ന് പറയുന്ന ഒരു സൗകര്യം സ്വാഭാവികമായുണ്ട്. നമ്മൾ ഈ ചർച്ചകൾ നയിക്കുന്നവർക്ക് അത് ബഹുമാനിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങേ ബഹുമാനിക്കുന്നു. അങ്ങ് ഇത്രയെങ്കിലും പറയാൻ, എനിക്കൊന്നും പറയാനില്ല എന്ന് പറയാനെങ്കിലും തയ്യാറായിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് മിണ്ടാതിരിക്കുന്ന പ്രിവിലേജ് കിട്ടുന്ന ഒരു പാർട്ടി ഉണ്ടല്ലോ, അതിനോട് ഞാനിവിടെ വിയോജിപ്പ് അറിയിക്കുകയും ചെയ്യുന്നു. അത്രയും വേണമെന്ന് തോന്നുന്നു. ഞാനൊരു ഇടവേള എടുക്കട്ടെ. ശ്രീ മാത്യു വിൽസൺ, ഞാൻ അങ്ങിലേക്ക് വരാം. ഇടവേള ചുരുക്കം സ്വാഗതം ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, ശരിയാണ്, നേരത്തെ ശ്രീ M ജയചന്ദ്രൻ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടത്തുന്ന ഒരു സംവിധാനം തന്നെയാണ് PSC. പക്ഷേ അവിടെ അനധികൃത നിയമനവും അവിടെ അധികാര ദുർവിനിയോഗവും ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ അതെന്തുകൊണ്ട് എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതാണ്. അവിടെയാണ് ഈ പിഴവുകൾ മുഴുവനും. പ്രാഥമികമായ ഉത്തരവാദിത്തമാണ് സുതാര്യമായ പരീക്ഷകൾ നടത്തുക, മെറിറ്റോറിയസ് ആയിട്ടുള്ള നിയമനങ്ങൾ നടത്തുക എന്നുള്ളത്. ഇതിൽ രണ്ടിലും വീഴ്ച വരുത്തിയ ഒരു സംവിധാനത്തെ ഓഡിറ്റ് ചെയ്യേണ്ടതും ജഡ്ജ് ചെയ്യാമോ എന്ന് അറിയുമോ എന്നറിയില്ല. എന്നിരുന്നാൽ പോലും ഇത്രയും കാലം നടന്ന നിയമനങ്ങൾ മുഴുവനും ചോദ്യമുനയിലേക്ക് വരികയാണ്. അതെ, എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ച ശ്രീ ജയചന്ദ്രൻ സാറുമായിട്ടുള്ള മാധുവിൻ്റെ വർത്തമാനം ഞാൻ കേട്ടു. നമ്മൾ ഈ കാട്ടുകള്ളനായിരുന്ന വീരപ്പൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ വിളിച്ചുകൊണ്ടിരുത്തിയിട്ട് വീരപ്പൻ മോശക്കാരനാണെന്ന് നമ്മൾ ആവർത്തിച്ച് അദ്ദേഹത്തോട് പറയണമെന്ന് അവർ സമ്മതിക്കത്തില്ല. അപ്പം ജയചന്ദ്രൻ സാറിനെ സംബന്ധിച്ച് ഇടത് നിരീക്ഷകനാണ്. കഴിഞ്ഞ 10 വർഷത്തെ കൊള്ളയെപ്പറ്റി സംസാരിക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം സമ്മതിച്ചു തരത്തില്ല. അതുകൊണ്ട് മാധു അതിന് മാക്സിമം ട്രൈ ചെയ്തു. പക്ഷേ അത് സമ്മതിക്കാവുന്നതുകൊണ്ടാണ് ആ ഉത്തരം കിട്ടാതെ പോയത്. മാധു, നമ്മൾ ഈ ചർച്ചകൾ തുടങ്ങുന്നത് കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡുമായി ബന്ധപ്പെട്ട ഒരാളുടെ പോസ്റ്റിങ്ങും അയാൾക്ക് ലക്ഷക്കണക്കിന് ശമ്പളമുള്ള പോസ്റ്റിങ്ങിൽ ഏതാണ്ട് 10ഓളം മാർക്ക് ഷീറ്റുകൾ അല്ലെങ്കിൽ 10ഓളം ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാതിരിക്കുകയും ചെയ്ത വാർത്തയോട് കൂടിയാണല്ലോ ഈ വിഷയം വരുന്നത്. പിന്നെ അത് പറഞ്ഞിട്ട് ബാക്കിയുള്ള വിഷയത്തിലേക്ക് 2026 ജൂൺ 29 PSC കൂടിയ ഒരു കമ്മിറ്റി, അതായത് ഈ വിഷയം വന്നതിന് ശേഷം PSCയുടെ അംഗങ്ങളും അവരുടെ മെമ്പേഴ്സും കൂടിയ ഒരു തീരുമാനം എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ മാധുവിന് അയച്ചു തരാം. അതിങ്ങനെയാണ് പ്രസിദ്ധീകരണത്തിന് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുക. അതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും രസകരമായ കാര്യം, ഈ ചോദ്യത്തിന് ഉത്തരം അവർക്ക് കിട്ടും. കേരള സംസ്ഥാന പ്ലാനിംഗ് ചീഫ് ബോർഡ് ഇൻഡസ്ട്രി ഇൻഫ്രാസ്ട്രക്ചർ ഡിവിഷനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഞങ്ങൾ ഈ വിവരം ശ്രദ്ധയിൽ വന്നതിനെ തുടർന്ന് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഈ പരീക്ഷ എഴുതിയ എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും മേൽപ്പറഞ്ഞ നമ്പർ ഉത്തരങ്ങൾ മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ല എന്ന് കണ്ടെത്തി. ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലൂടെയുള്ള മേൽപ്പറഞ്ഞ മൂല്യനിർണ്ണയമാണ് ഈ വിവരണാത്മക പരീക്ഷയ്ക്ക് നടത്തിയത്. ഈ സംവിധാനത്തിൽ മേൽപ്പറഞ്ഞ ചോദ്യങ്ങൾ മൂല്യനിർണ്ണയത്തിനായി അസൈൻ ചെയ്യാൻ വിട്ടുപോയത് കാരണമാണ് എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും ഉത്തരങ്ങൾ മൂല്യനിർണ്ണയം നടത്താൻ കഴിയാതെ പോയത് എന്ന് PSC തന്നെ സമ്മതിച്ചിരിക്കുന്നു. അതായത് കുറ്റസമ്മതം നടത്തി. എന്താണ് നടപടി? ഒന്നുമില്ല. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ PSCയെ പറ്റി എത്രയോ നാളുകളായി, എനിക്ക് തോന്നുന്നു ഇപ്പം 10-40 വയസ്സ് കഴിഞ്ഞ ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു കുട്ടിക്കാലം അല്ലെങ്കിൽ എൻ്റെ ഒരു ജോലി സംബന്ധമായ സമയം മുതൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ PSC എഴുതുന്നവരാണ്. ആ സമയം മുതൽ PSCയെ പറ്റി ചർച്ചകളും 2010 കേസുകൾ നമുക്കറിയാം. 18 ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് SFIക്കാർ പരീക്ഷ എഴുതാതെ അവരെ 1ാം റാങ്ക് കിട്ടിയ വിവാദം പറ്റിയൊക്കെ നമുക്കറിയാം. PSCയുടെ ചരിത്രം എങ്ങനെയാണ് നമുക്കറിയാം. കേരള PSC വരുന്നതിന് മുമ്പ് 49 കൊച്ചി തിരുവിതാംകൂർ പബ്ലിക് കമ്മീഷനിൽ തുടക്കമാണ്. അന്ന് വെറും 3 മെമ്പർമാരാണ് PSCക്ക് ഉണ്ടായിരുന്നത്. 3 മെമ്പർമാർ. അതിനുശേഷം 84 വരെ ചരിത്രം പരിശോധിച്ച് 84 വരെ 11 മെമ്പർമാരുണ്ടായിരുന്നു. ഇന്ന് ആ മെമ്പർമാരുടെ എണ്ണം എത്ര? മാത്രം 2006 ശ്രീ ജിൻഡോ ജോൺ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. 2006 ഏപ്രിൽ 2-ാം തീയതി വന്നിരിക്കുന്ന ഉമാദേവി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക എന്ന് പറയുന്ന കേസിലാണ് PSCയുമായി ബന്ധപ്പെട്ട്, അതായത് പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പരമോന്നത കോടതി ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ചത്. ആ ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റിൽ പരമപ്രധാനമായി പറയുന്ന കാര്യം ആർട്ടിക്കിൾ 14-ന്റെയും 16-ന്റെയും
ഒരു ലംഘനവും ഇത്തരത്തിൽ പൊതു ഇടങ്ങളിൽ നിന്ന് ജോലി സംബന്ധമായിട്ടുണ്ടാകാൻ പാടില്ല. എന്താണ് ആർട്ടിക്കിൾ 14 16? ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാളിറ്റി, ഈക്വൽ ബിഫോർ ലോ. ആർട്ടിക്കിൾ 16 എന്താണ്? ആർട്ടിക്കിൾ 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്. ഈ ആർട്ടിക്കിളിനെയും ഒരു തരത്തിലും തടസ്സം ചെയ്യാൻ കഴിയില്ല എന്ന് 2006 ഇന്ത്യയുടെ പരമോന്നത കോടതി പറഞ്ഞു. ആ 2006 ശേഷം ഇത് ഏതെങ്കിലും ഇപ്പോൾ വന്നിരിക്കുന്ന മിനിസ്ട്രിയുടെ ഭാഗം മാത്രമാണോ? ഇപ്പോൾ വന്നിരിക്കുന്ന മിനിസ്ട്രി കഴിഞ്ഞ് നമുക്ക് കൃത്യമായിട്ട് അറിയാം 2 വർഷം ടൈം ഭരിച്ചു. മൂന്നാമതൊരു ടൈമും വരുമെന്ന് ആരോ വിചാരിച്ചു. ആ മൂന്നാമത്തെ ടൈപ്പ് വരുമെന്ന് കണ്ടപ്പോഴത്തേന് സകലതും നമുക്കറിയാലോ. ഈ ഉമാദേവി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടകയുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്ത്യയുടെ പരമോന്നത കോടതി ഭരണഘടനാപരമായ ഒരു ലംഘനവും കാണിക്കാൻ പാടില്ല. നിങ്ങളൊരു 10, 50, 100 പേരെ അനധികൃതമായി താൽക്കാലികമായി നിങ്ങളൊരു ജോലിക്ക് എടുക്കുമ്പോൾ ഒരു 10, 15 വർഷം കഴിഞ്ഞ് ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെടുത്തുമ്പോൾ സംഭവിക്കുന്നത് ഒരു മനുഷ്യന്റെ ഭരണഘടനാപരമായ അധികാരവും അവന്റെ അവകാശവും ആർട്ടിക്കിൾ 14 16 പറയുന്നതിനെ ലംഘിക്കുകയാണ്. അതായത് പൊതു ഇടങ്ങളിൽ നിന്ന് പരീക്ഷ എഴുതി ജോലി കിട്ടാൻ കാത്തിരിക്കുന്ന ചെറുപ്പക്കാരെ നിരാശപ്പെടുത്തുകയാണെന്നും അത് ഭരണഘടനാ ലംഘനമാണെന്നും കോടതി പറഞ്ഞതിന് ശേഷം 2006 ഇപ്പൊ 20 വർഷം കഴിഞ്ഞ് 20 വർഷമായി PSC എന്ന് പറയുന്നതിന്റെ സുതാര്യത കൂടിയോ? ഇല്ല. ഞാൻ പറഞ്ഞില്ലേ 49 ശേഷം കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം 84 13 14 ഇപ്പൊ 20 ഒക്കെ വന്ന് നിൽക്കുമ്പോൾ എന്ത് ശോഷണത്തിന്റെ അപ്പുറത്തേക്ക് എന്ത് നിലവാരം ഉന്നതിയാണ് PSCക്ക് ഉണ്ടായത് എന്ന് ഏറ്റവും പരമപ്രധാനമായ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ വന്നിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ മൂല്യച്യുതിയുടെ ഭാഗമാണ്. ഇപ്പം നമുക്കറിയാം ഇവിടെ കോൺഗ്രസ് മിനിസ്ട്രി വന്നിട്ട് പറയുന്നു ഞങ്ങൾ ഇനി പ്രശ്നം ഉണ്ടാക്കത്തില്ല. എൻ്റെ ഒരു പരമപ്രധാനമായ ചോദ്യം എന്ന് പറയുന്നത് ഈ അനധികൃതമായ നിയമനം PSCയിലൂടെ ഇപ്പം മാധു ചർച്ചയ്ക്ക് തൊട്ടുമുമ്പ് സൂചിപ്പിച്ചു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. കേരളത്തിൽ ഇന്ത്യയിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും അതുപോലെ തന്നെ PSC എന്ന് പറയുന്ന 2 രീതിയിലാണ് തൊഴിൽ കൊടുക്കുന്നത്. ഒന്ന് സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ സംവിധാനമാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഭരണഘടനാ സ്ഥാപനമാണ് PSC. ഈ 2 രീതിയിൽ തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനത്തെയും തകർത്തു എന്നുള്ളത് ഏറ്റവും വിഷമമായ കാര്യമാണ്. ഞാനൊരു വൈകിട്ട് 5 മണിക്ക് ഞാൻ കൊല്ലത്തെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നമ്പറിലേക്ക് വിളിച്ചപ്പോൾ ആ നമ്പർ നിലവിലില്ല. ആ സ്ഥാപനത്തിൽ 4 മണി 3 മണിയാകുമ്പോൾ ആൾക്കാർ പോവാണ്. പക്ഷെ ഇപ്പോഴും എത്രയോ ചെറുപ്പക്കാർ പോയി എംപ്ലോയ്മെന്റ് തൊഴിൽ കിട്ടാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. ആർക്കെങ്കിലും അവിടെ നിന്ന് ആരെങ്കിലും എടുക്കുന്നുണ്ടോ? അനധികൃതമായ നിയമനം. എന്തിനാ അനധികൃത നിയമനം നടത്തുന്നത്? വളരെ കൃത്യമായ ഉത്തരം ജയചന്ദ്രൻ സാർ പറയാതെ പോയ ഉത്തരം ഞാൻ പറയാം. എന്തിനാ ഈ നാട്ടിലെ ഈ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ആളെ കിട്ടാൻ വേണ്ടി അവരുടെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി അതായത് തെക്കും വടക്കും പഠിക്കാതെ നടന്ന് പാർട്ടിക്ക് വേണ്ടി കൊടിയും പിടിച്ച് പാർട്ടിക്ക് വേണ്ടി അടിപിടി ഉണ്ടാക്കി ഈ നാട്ടിൽ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനവും ചെയ്യുന്നവരെ പാർട്ടി പ്രവർത്തനത്തിൽ നിർത്താൻ വേണ്ടി PSCയെ മറയാക്കി അവിടെ കയറ്റിയിരിക്കുന്നു. ഞാൻ മാധ്യമ പ്രവർത്തകർ അങ്ങയോട് പറയാം, ഞാനതൊരു വിവാദമാക്കി പറയുകയല്ല, ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഇന്നലെ ചർച്ച ഇരുന്ന സമയത്ത് എനിക്ക് വന്നൊരു മെസ്സേജാണ്. VK സനോജ് MLAയുടെ ഭാര്യ ഇപ്പം കേരള PSCയുമായി 2 ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അന്വേഷിക്കണം ഇവരൊക്കെ എങ്ങനെയാ വന്നേക്കുന്നതെന്ന്. അപ്പൊ ഈ നാട്ടിലെ ഒരുപാട് ചെറുപ്പക്കാരുടെ സ്വപ്നമായിരുന്നു ഒരു കാലത്ത് PSC എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലേക്ക് മനുഷ്യർ പോകാതെ ഈ നാട്ടിൽ സർക്കാർ ജോലി കിട്ടാൻ വേണ്ടി പകലോളം പഠിച്ച് രാവിലെ മുതൽ ചോറ് പൊതിയും കെട്ടി ഒരു PSC കോച്ചിങ് സെന്ററിൽ പോയിരുന്ന് പഠിച്ച് ഒരു PSCയുടെ തൊഴിൽ സ്വപ്നം കണ്ടിരിക്കുന്ന ചെറുപ്പക്കാർ മുഴുവൻ ഇന്ന് രാജ്യം വിട്ടുപോകുന്നതിന്റെ കാരണം ഇത് കള്ളത്തരത്തിന്റെ ഭാഗമായി മാറി. ഇത് പാർട്ടിക്കാരുടെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി മാറി. ഇത് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് അവർക്ക് താല്പര്യമുള്ളവരെ അവിടേക്ക് ഫിറ്റ് ചെയ്യാനുള്ള ഏജൻസിയായി മാറി എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. നമുക്കറിയാം കുഞ്ഞിരാമനെ പോലെ അങ്ങനെ വളരെ വേലുപ്പിള്ളയെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള PSC ചെയർമാൻമാരും മെമ്പർമാരും ഇരുന്നിടത്താണ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ എന്താണ് ഇതിന്റെ നിയമന യോഗ്യത? 10 വർഷം കേന്ദ്ര സംസ്ഥാനത്തിലും സർക്കാർ സംവിധാനത്തിലും യോഗ്യതയുള്ള അല്ലെങ്കിൽ അത് അവിടെ ഇരുന്നവരെ വേണം ഇതിന്റെ ചെയർമാനായി നിയമിക്കാമെന്ന് പറയുന്നത് ഭരണഘടന എഴുതി ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ ഭരണഘടനാ ശില്പികൾ എന്താ വിചാരിച്ചേ? ഇത് മാന്യമായിട്ട് ചെയ്യുമെന്നാണ്. പക്ഷേ ഈ 10 വർഷവും 15 വർഷമുള്ള നിയമന യോഗ്യത വേണമെങ്കിൽ അതിന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ ഓരോ സർക്കാർ വരുമ്പോഴും ഒരു സർക്കാർ മാറി ഇപ്പൊ UDF സർക്കാർ വരാൻ പോകുന്നത് കാണുമ്പോൾ എനിക്കറിയാം കൊല്ലത്തും അല്ലെങ്കിൽ തിരുവനന്തപുരത്തും ഒക്കെയുള്ള PSC മെമ്പർമാരാകാൻ വേണ്ടി ഓരോരുത്തർ അനധികൃതമായി ഇതിന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതും പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാക്കന്മാരുടെ വീട് നിരങ്ങുന്നതും ഒക്കെ നമുക്കറിയാം. അപ്പം അത് മാത്രമാണോ കേരളത്തിൽ ഇത് വീതം വെപ്പല്ലേ? ജിൻഡോ ജോൺ ഇവിടെ ഇരിപ്പില്ലേ? എനിക്ക് ചോദിക്കാറുണ്ട്, ജിൻഡോ അങ്ങയുടെ കോൺഗ്രസ് പാർട്ടി ഇപ്പൊ വന്നിരിക്കുന്നു, VD സതീശനെ പോലെ വലിയ വിഷനുള്ള ഒരു മുഖ്യമന്ത്രി വന്നിരിക്കുന്നു. അങ്ങ് ഈ ചർച്ചയിൽ പറയാൻ അങ്ങേക്ക് സാധിക്കുമോ? അതായത് കോൺഗ്രസ് പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ ഇതിന്റെ മെമ്പർമാരെന്ന് പറയുന്നത് ഘടകകക്ഷികൾ വീതം വെച്ച് കൊടുക്കില്ല, ഇതിന്റെ ചെയർമാൻ സ്ഥാനം ഘടകകക്ഷിക്ക് വീതം വെച്ച് കൊടുക്കില്ല. ജോസഫ് ഗ്രൂപ്പ് 13 MLA ചോദിച്ചപ്പോൾ അത് കൊടുക്കാതെ ഒരു PSC മെമ്പറെ തന്നുകൊള്ളാതെ
നടക്കാത്തതിന്റെ പേരിലാണ് എന്ന ആരോപണങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കലുകളുണ്ട്. ലൊട്ടിലോട് ഘടകകക്ഷിക്ക് 3 സീറ്റ് ചോദിച്ചപ്പോ ഒരു സീറ്റും കൊടുക്കാതിരിക്കുന്നത് ഒരു PSC മെമ്പറെ തരാൻ വേണ്ടിയാണെന്ന് ഗവൺമെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് മാധു സത്യത്തിൽ ഒരു മാറ്റം വരിക. അല്ലെങ്കിൽ നമ്മൾ ഈ ഒട്ടേക്ക് എനിക്ക് പറയാനുള്ളത്, സാധാരണക്കാരൻ എഴുതുന്ന എത്രയോ മനുഷ്യർ എഴുതുന്ന അവന്റെ വിയർപ്പും അവന്റെ അധ്വാനവും ഇൻവെസ്റ്റ്മെന്റും മാധുവിന് അറിയാമല്ലോ. ഒരു 35 വയസ്സ് വരെ ഒരു മനുഷ്യൻ എഴുതുമ്പോൾ 5ഉം 6ഉം വർഷം എടുക്കും. ഒരു പരീക്ഷ നടത്തി അതിന്റെ ഇന്റർവ്യൂ വന്ന് അതിന്റെ നിയമനം വരാൻ 5 വർഷം എടുക്കും. ഈ 5 വർഷം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി അവൻ ചെല്ലുമ്പോൾ ആ ലിസ്റ്റ് റദ്ദ് ചെയ്യപ്പെടുകയാണ്. കഴിഞ്ഞ സർക്കാരുമായി ബന്ധപ്പെട്ട മാധുവിന് ഇൻട്രയിൽ പറഞ്ഞു, അതായത് കേരളത്തിലെ ആശാ വർക്കേഴ്സ് സമരം നടക്കുന്ന സമയത്ത് അതിന്റെ തൊട്ടപ്പുറത്ത് കേരളത്തിലെ വനിതാ പോലീസുകാരികൾ, എനിക്കൊരു സുഹൃത്തുണ്ട് ആ കൂട്ടത്തിൽ, അഭയാണ് അതിന്റെ പേര്. നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്, അവരൊക്കെ കണ്ണീരോടുകൂടി അവിടുന്ന് പിരിഞ്ഞു പോകുന്നതും നമ്മൾ കണ്ടു. അതിലൊന്നും ഇടപെടൽ ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും കഷ്ടമായ സാഹചര്യം. പക്ഷെ അതൊക്കെ കണ്ടുവന്ന സർക്കാർ ഇനി എന്ത് ചെയ്യുമെന്നുള്ളതാണ്. നാളെ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് ഈ അധ്യാപകരുടെ ലിസ്റ്റിൽപ്പെട്ടിരിക്കുന്ന ആളുകൾ സമരത്തിന് വേണ്ടി ചെല്ലുകയാണ്. അതിൽ എന്ത് നിലപാടെടുക്കുമെന്നത് കൂടി അറിയേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് ശ്രീ ജോസഫ് സി മാത്യു. PSCയിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ ഉണ്ടായി, അനധികൃത നിയമനങ്ങൾ ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങൾ വെളിപ്പെടുമ്പോൾ, ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് സ്വാഭാവികമായും ഒരു മറുപടി വേണ്ടതുണ്ട്. അത് പക്ഷെ PSC ഒരു സ്വയംഭരണ സ്ഥാപനമായതുകൊണ്ട് PSCക്ക് ഇത്തരത്തിൽ വാർത്താ സമ്മേളനം വിളിക്കുക, അത് വ്യക്തമാക്കുക തുടങ്ങിയ കാര്യങ്ങളില്ല. നിയമപരമായ മറുപടിയാണ് വേണ്ടത്. അതിൽ പരിമിതികളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ ജിൻഡോ ജോൺ പറഞ്ഞത്. എന്താണ് ആ പരിമിതി? അതിന് പരിഹാരം എന്താണ്? മാധു, അത്തരം പരിമിതികളൊന്നും ആവശ്യമില്ല, പരിമിതികളില്ല. നേരത്തെ മുൻകാലങ്ങളിൽ പറയേണ്ട മറുപടികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല എന്ന് പറഞ്ഞ് കോടതിയെപ്പോലെ ഒരു റോൾ ഇവരെടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ പ്രവർത്തിക്കുന്നത് അങ്ങനെയല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളിവിടെ പറഞ്ഞതെല്ലാം പ്രസക്തമായ കാര്യങ്ങളാണ്. ഇത്രയധികം PSC അംഗങ്ങളെ ആവശ്യമുണ്ടോ, അവർക്ക് ഇത്രയധികം ശമ്പളം ആവശ്യമുണ്ടോ, ഈ PSC അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന രീതി, ഇതെല്ലാം പ്രസക്തമാണ്. പക്ഷേ ഈ സ്ഥാപനം എന്നുള്ള നിലയിൽ ഇത് 3 ആയാലും 21 ആയാലും 42 അംഗങ്ങളായാലും ഇവരാ ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത എങ്ങനെയാണ് തകർക്കുന്നത്, അതുമൂലം സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളത് ഈ സമൂഹത്തിൽ അരാജകത്വം സംഭവിക്കുകയാണ് ചെയ്യുക. കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ എംപ്ലോയർ എന്ന് പറയുന്നത് ഇപ്പോഴും സ്റ്റേറ്റാണ്. സർക്കാർ ജോലി എന്ന് പറയുന്നത് പലരെയും സംബന്ധിച്ച് ഒരു വലിയ സ്വപ്നം, ഒരു ജീവിതമാർഗം ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ സ്ഥാപനത്തിൻ്റെ മുന്നിലേക്ക് വരുന്നത്. അവർ 30,000-ഓ 50,000-ഓ തൊഴിൽ കൊടുത്തു എന്ന് പറയാൻ അവരുടെ കയ്യിൽ തൊഴിലൊന്നുമില്ല. തൊഴിലെന്ന് പറയുന്നത് അങ്ങനെ ദാനം ചെയ്യുന്ന ഒന്നുമല്ല. തൊഴിൽ ദാനവുമല്ല, ധർമ്മവുമല്ല, അത് അവകാശമാണ്, അത് സർവീസാണ്. അതുണ്ടെങ്കിലേ ഇവിടെ സർക്കാർ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ അനിവാര്യമായ ഒരു കാര്യം എങ്ങനെ തുല്യനീതി ഉറപ്പാക്കിക്കൊണ്ട് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാം എന്നുള്ളതിന് നമ്മളുടെ കളക്റ്റീവ്, വേറെ ആരും നമുക്ക് തന്നതല്ല, നമ്മൾ തന്നെ നിർമ്മിച്ച ഒരു ഭരണഘടനാ സ്ഥാപനമാണ് PSC എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചുമതലയിലിരിക്കുന്നവർക്ക് അവർ വളരെ വലിയ ഉത്തരവാദിത്വമാണ് അവരെ ഏറ്റെടുക്കുന്നത്. അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവരിറങ്ങിപ്പോകണം, അവരിറങ്ങിപ്പോയില്ലെങ്കിൽ അവരെ പുറത്താക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പരീക്ഷ 228 പേരുടെ പരീക്ഷ എഴുതുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്ക്രീൻ ബേസ്ഡ് വാല്യുവേഷൻ സിസ്റ്റമാണ്. അതിൽ നമ്പർ ചോദ്യം കൊടുക്കാൻ വിട്ടുപോയി. എന്താണ് ഈ പറയുന്നത്? 1 മുതൽ 1, 2, 3 എന്ന് സീക്വൻഷ്യലായിട്ട് നമ്പർ ഇട്ട ചോദ്യം പേപ്പറല്ലേ കൊടുത്തത്? അതിൽ 58 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് 10 ചോദ്യം എന്ന് പറഞ്ഞാൽ വേറെ ഒരു 5 ചോദ്യം കൂടെ ഉണ്ട്. ഒരു 15 ചോദ്യങ്ങളല്ലേ 16 ചോദ്യങ്ങളുള്ളതിൽ 10 എണ്ണം വിട്ടുപോയി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറയുന്നത്? ഇതെന്നിട്ട് ഇതാരും അറിയുന്നില്ലേ? ഇതിൻ്റെ വാല്യുവേഷൻ കഴിഞ്ഞിട്ടും അറിയുന്നില്ല, മാർക്ക് പ്രസിദ്ധീകരിക്കുമ്പോൾ അറിയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കില്ലല്ലോ ഇതിലെന്ന് തിരിച്ചറിയുന്നില്ല. അവിടെ ഇരിക്കുന്ന പ്രസിദ്ധീകരണ വിഭാഗവും അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരന് പോലും ഇന്നലെ വന്ന പോലെ അല്ലല്ലോ ഇതെന്ന് തിരിച്ചറിയാൻ കഴിയും. ഒന്ന് ഞാൻ അദ്ദേഹത്തിലേക്ക് പോയതിനു ശേഷം തിരികെ വരാം. മിസ്റ്റർ ഒ ജെ ജനീഷ്, അങ്ങേക്ക് കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ക്യാബിനറ്റിലേക്ക് ഈ വിഷയം കൊണ്ടുവരും എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി അറിയാൻ കഴിയുന്നത്. ഈ കാര്യത്തിൽ കാര്യക്ഷമമായ ഇടപെടലുകൾ ഉണ്ടാകുമോ? ആഭ്യന്തര വിജിലൻസ് അന്വേഷണം എന്നുള്ളത് കൂടി അട്ടിമറിക്കപ്പെട്ടു എന്നതിനെ ആശങ്കയോടുകൂടിയാണ് എല്ലാവരും കാണുന്നത്. ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണം പോലും പര്യാപ്തമല്ല എന്നുള്ള അഭിപ്രായമാണ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ നേരത്തെ പ്രകടിപ്പിച്ചതും അതുപോലെ തന്നെ പൊതുവിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ആഭ്യന്തര വിജിലൻസിന്റെ ഭാഗമായിട്ടുള്ള SP-യും DSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ്. അതിനേക്കാൾ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് PSCയുടെ പല റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ആ അന്വേഷണം പര്യാപ്തമല്ല എന്നിരിക്കെ തന്നെയാണ് ആദ്യം അത് തീരുമാനിച്ചത് ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കുന്നു പറഞ്ഞു. പിന്നെ അതും അട്ടിമറിച്ച്
പരീക്ഷാ കൺട്രോളറെ അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുകയാണ്. കളനെ തന്നെ അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയതിന് തുല്യമാണ് ആ നടപടി എന്ന് പറയുന്നത്. PSC സെക്രട്ടറിയെ പോലും അറിയിക്കാതെയാണ് ഈ അന്വേഷണം പോലും മാറ്റിയത്. ക്യാബിനറ്റിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇത് PSC ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, അതുമായി ബന്ധപ്പെട്ട ചില ഇമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏത് അന്വേഷണമാണ് ഉചിതമായ രീതിയിൽ നടത്താൻ വേണ്ടി സാധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ക്യാബിനറ്റ് തീരുമാനിക്കും എന്നുള്ളതാണ് പൊതുവിൽ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ തീരുമാനമെടുത്തിട്ടുള്ളത്. അടുത്ത ക്യാബിനറ്റിലേക്ക് ഈ വിഷയം വരുമോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. പക്ഷേ മുഖ്യമന്ത്രിയൊക്കെ തന്നെ വളരെ സീരിയസ് ആയി തന്നെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. കാരണം കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിക്കുന്ന അവരുടെ ഭാവിയെ സംബന്ധിച്ച് ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന ഒരു നടപടികളാണ് PSCയുടെ ഭാഗത്തു നിന്ന് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ മാത്രമല്ല, സമാനമായ സ്വഭാവത്തിൽ തന്നെ പല ലിസ്റ്റുകളും ഇത്തരത്തിൽ അട്ടിമറി ഉണ്ടായിട്ടുണ്ട്. KASന്റെ പരീക്ഷയിൽ സമാന സ്വഭാവത്തിൽ അട്ടിമറി ഉണ്ടായിട്ടുണ്ട് എന്ന് ആക്ഷേപിക്കപ്പെടുന്നു. ഫിഷറീസ് കുഫോസുമായി ബന്ധപ്പെട്ട പരീക്ഷയിൽ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന 38 പേർ എങ്ങനെയാണ് സർക്കാർ സർവീസിലേക്ക് ഒരുപോലെ തന്നെ ഇത് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ അന്വേഷിക്കപ്പെടേണ്ടതും പരിശോധിക്കപ്പെടേണ്ടതായ കാര്യങ്ങളുണ്ട്. ഇവിടെ തന്നെ 1,25,000 രൂപ ശമ്പളം വരുന്ന ഒരു തസ്തികയിൽ ജോലിയിൽ പ്രവേശിച്ച് 1 വർഷക്കാലം പൂർത്തീകരിക്കപ്പെടുകയാണ്. അപ്പോഴാണ് അറിയുന്നത് അവർ എഴുതിയ PSC പരീക്ഷയുടെ 10 ചോദ്യങ്ങൾ വീതം ആരുടെയും വാല്യൂ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത്. ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കൂടി വാല്യൂ ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ഈ റിസൾട്ട് തന്നെ മാറിപ്പോകുമായിരുന്നു. ഒരുപക്ഷെ ഇപ്പോഴുള്ള ആളുകളല്ല ജോലിയിൽ പ്രവേശിക്കുക. അപ്പോൾ കേരളത്തിലെ PSC ഒരു വലിയ വിശ്വാസ്യത ഉണ്ടായിരുന്ന ഒരു ഭരണഘടനാ സ്ഥാപനം അത് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് തകർക്കപ്പെട്ടിരിക്കുകയാണ്. CPMന്റെ രാഷ്ട്രീയമായ ഒരു അജണ്ടയാണ് PSCയെ തകർത്തു എന്ന് പറയാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. ശിവരഞ്ജിത്തും നസീമും എന്ന് പറഞ്ഞ 2 പേര് നമ്മൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്തതല്ലേ. ആ പ്രശ്നം അതോടുകൂടി അവസാനിച്ചു എന്നാണ് നമ്മളൊക്കെ ധരിച്ചത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള അട്ടിമറികൾ അതോടുകൂടി അവസാനിച്ചു എന്നാണ് കണക്കാക്കിയത്. പക്ഷെ അത് അവിടെ അവസാനിക്കുന്നില്ല. 10ാമത്തെ വർഷവും സമാനമായ രീതിയിൽ PSCയിൽ അട്ടിമറികൾ നടന്നു എന്നാണല്ലോ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഈ PSCയുടെ ബോർഡിനെ നിയമിച്ചതാരാണ്? ഈ ചെയർമാനെ നിയമിച്ചതാരാണ്? ഈ പറയുന്ന ബോർഡ് അംഗങ്ങളെ നിയമിച്ചതാരാണ്? എത്ര ലക്ഷം രൂപയാണ് ഇവർ പ്രതിമാസം ശമ്പളമായി വാങ്ങുന്നത്, റിട്ടയർ ചെയ്താൽ പെൻഷനായി വാങ്ങുന്നത്? അത്രയും വലിയ തുക ഇവർക്ക് നൽകുന്നത് ഏറ്റവും സുപ്രധാനമായ ഒരു ഭരണഘടനാ സ്ഥാപനത്തിനകത്ത് ഏറ്റവും സുപ്രധാനമായ ജോലി അല്ലെങ്കിൽ ഒരു ചുമതല ഏൽപ്പിക്കപ്പെട്ടുകൊണ്ടാണല്ലോ. അതിനോട് അവർ നീതി പുലർത്തിയോ? അവർ നീതി പുലർത്തിയില്ല എന്ന് മാത്രമല്ല ഈ നാടിനെ ചതിക്കുന്ന ഒരു സമീപനമാണ് എടുത്തിട്ടുള്ളത്. അത് വളരെ ഗൗരവകരമായ ക്രമക്കേടും ക്രിമിനൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ്. അതിന് കൂടെ തന്നെയാണ് ലിസ്റ്റുകൾ നിലവിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന താൽക്കാലിക നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഇപ്പോൾ നാളെ LP സ്കൂൾ ടീച്ചേഴ്സ് സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് സമരവുമായി പോവുകയാണ്. അവരോടുള്ള പുതിയ സർക്കാരിന്റെ സമീപനം എന്തായിരിക്കും? അല്ല, നിങ്ങൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ ക്യാബിനറ്റിൽ മുഖ്യമന്ത്രി എടുത്ത തീരുമാനം എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ ഒഴിവുകളും 15 ദിവസത്തിൽ 3 ആഴ്ച റിപ്പോർട്ട് ചെയ്യണമല്ലോ. ഏതെങ്കിലും കഴിഞ്ഞ 10 വർഷ കാലഘട്ടത്തിനിടയിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എത്രയോ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയി. ഇപ്പോൾ PSC ഉദ്യോഗാർത്ഥികളോട് നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കണം. അവർ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് പടിക്കൽ വന്ന് മന്ത്രിമാരെ കാണാൻ വേണ്ടി വന്ന് മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി വന്ന് അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? കഴിഞ്ഞ ഒരു 6 മാസക്കാലം മുമ്പുള്ള അവരുടെ അവസ്ഥ അങ്ങനെയാണോ? അവർ കാലാവധി കഴിയാറായ ലിസ്റ്റുകളിൽ ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി വരുമ്പോൾ ആട്ടി ഓടിച്ചു വിടപ്പെടുന്ന സമീപനം ഉണ്ടായിട്ടുണ്ട്. ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെ കണ്ട അനുഭവങ്ങൾ PSCയുടെ പല ഉദ്യോഗസ്ഥരും പറഞ്ഞിട്ടുണ്ട്. പല മന്ത്രിമാരെയും കാണുമ്പോഴൊക്കെ അവരുടെയൊക്കെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് KSRTCയിലെ നിയമനവുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാറിനെ കാണുമ്പോൾ അദ്ദേഹം അവരോട് പെരുമാറിയ രീതി, അതുപോലെ തന്നെ സമാനമായ മറ്റു പല വകുപ്പുകളിൽ ആളുകളെ കാണുമ്പോൾ അവർ പെരുമാറുന്ന രീതി, അതൊക്കെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ശരി, ഇപ്പോൾ നമ്മൾ തന്നെ കൊടുത്തൊരു വാർത്തയുണ്ട് മിനിസ്റ്റർ. അതായത് ഈ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ നിയമിക്കാൻ ഉള്ള ഒരു തീരുമാനം തദ്ദേശ വകുപ്പ് എടുത്തിരിക്കുന്നു. താൽക്കാലിക ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ ലിസ്റ്റ് നിലവിലുണ്ട്. അപ്പോഴാണ് 500 പേരുടെ തസ്തികയാണ് നിലവിൽ നിൽക്കുന്നത്. അത് അടിയന്തര പ്രാധാന്യത്തോടെ അംഗീകരിക്കണമെന്നാണ് വകുപ്പ് സെക്രട്ടറി എഴുതിയിരിക്കുന്നത്. അത്തരം നിയമനങ്ങളും ആശങ്കയുണ്ടാക്കുന്നതാണ്. അല്ല, ചില നിയമനങ്ങളെ സംബന്ധിച്ച് വകുപ്പ് തലത്തിൽ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. ഫിഷറീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള നിർദ്ദേശം വന്നിരുന്നു. പ്രൊജക്ട് ഓഫീസർമാർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ PSC ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധയിൽപ്പെടുത്തിയ സമയത്ത് തന്നെ ഞങ്ങളെല്ലാം തന്നെ മന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്തി. അപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഈ പറയപ്പെടുന്ന രീതിയിലുള്ള ചില അട്ടിമറികൾക്കുള്ള സ്വഭാവങ്ങളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് അവർ ചിലപ്പോഴും കുറച്ച് ആളുകൾക്ക് ഇപ്പോഴും തുടരുന്നുമുണ്ട്. അതിലൊക്കെ ഒരു സമൂലമായ മാറ്റം വന്നാൽ മാത്രമാണ് ഈ വിഷയത്തിൽ ഒരു പൊതുവായ ഒരു സമീപനം എടുത്താൽ മാത്രമാണ് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. താൽക്കാലിക നിയമനങ്ങൾ പരിശോധിക്കുമോ? അതിൽ ഇടപെടലുണ്ടാകുമോ? അല്ല, സ്വാഭാവികമായിട്ടും കേരളത്തിലെ റാങ്ക് ലിസ്റ്റുകൾ നിലനിൽക്കുന്നതിലും അതുപോലെ തന്നെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിലും താൽക്കാലിക നിയമനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ പോലും അംഗീകരിച്ചിട്ടില്ല, അനുകൂലിച്ചിട്ടുമില്ല. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു സമൂലമായ പരിവർത്തനം ആവശ്യമാണ് എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് നിലപാട്. തീർച്ചയായിട്ടും അതൊക്കെ തന്നെ പരിശോധിക്കപ്പെടേണ്ട വിഷയങ്ങളാണ്. അങ്ങനെ കാടടച്ച് വെടിവെക്കുന്ന ഒരു സമീപനം ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചുണ്ടാകില്ല. ഉദ്യോഗാർത്ഥികളുടെ കൂടെയാണ് ഗവൺമെന്റ് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി
മുഖ്യമന്ത്രി തന്നെ പിന്നെ വളരെ അസന്നിഗ്ധമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം തന്നെ വളരെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഇപ്പോൾ PSCയുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണങ്ങളെ സംബന്ധിച്ച് ലിസ്റ്റ് നിലവിലുള്ളപ്പോഴുള്ള താൽക്കാലിക നിയമനങ്ങൾ പരിശോധിക്കും, അതിൽ ഇടപെടലുണ്ടാകും. അല്ലാതെ ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കണം. അങ്ങനെ ഒരു സമീപനം ഉണ്ടായതായിട്ട് എനിക്കറിയാൻ നിലവിൽ എനിക്കറിയാൻ അതിനെപ്പറ്റി അറിവില്ല. അതിനെ സംബന്ധിച്ച് പരിശോധിച്ച ശേഷം പറയാം. ശരി, ഞാനത് അങ്ങേ അറിയിക്കുകയും ചെയ്യും. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അങ്ങയിലേക്ക് എത്തിക്കുകയും ചെയ്യും. വളരെയധികം നന്ദി മിനിസ്റ്റർ ഞങ്ങളോട് സംസാരിച്ചത്. ശ്രീ ജോസഫ് സി മാത്യു, എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങ് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഇടപെട്ടത്. അങ്ങ് പൂർത്തിയാക്കൂ. അത് സമയക്കുറവുണ്ടെന്ന് അറിയാം, പെട്ടെന്ന് നിർത്താം. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പരീക്ഷാ കൺട്രോളർ അന്വേഷിക്കുന്നത് കള്ളനെ ചുമതല ഏൽപ്പിച്ചതിന് തുല്യമാണ് എന്ന് പറഞ്ഞത് സംസ്ഥാന ഗവൺമെൻറ് PSCക്കും പരീക്ഷാ കൺട്രോളർക്കും കൊടുക്കുന്ന ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റായി എടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കാവുന്നതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതൊരു ചെറിയ വാർത്തയല്ല, തലക്കെട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞു വന്നത് തുടരാം പെട്ടെന്ന്. ഒന്നാമത്, നേരത്തെ പറഞ്ഞതുപോലെ ഒരു അസിസ്റ്റഡ് സ്ക്രീനിൻ്റെ സഹായത്തോടു കൂടി ഓൺലൈനായിട്ട് നടക്കുന്ന ഒരു വാല്യുവേഷനാണ് വിട്ടുപോയി എന്ന് പറഞ്ഞാൽ PSC ചെയർമാന് IT-യിൽ നല്ല വൈദഗ്ധ്യമുള്ള ആളാണ്. അദ്ദേഹത്തിന് വേറെ ആരുടെയും ഒരു സഹായം വേണ്ട, ഒറ്റ നോട്ടത്തിൽ അത് തിരിച്ചറിയാൻ കഴിയുന്ന ആളാണ്. ഒന്നുകിൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല, അല്ലെങ്കിൽ അതങ്ങനെ സംഭവിച്ചോട്ടെ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു എന്നുള്ളതാണ്. അത് ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടും അത് തിരുത്തിയില്ല എന്നുള്ളത് കുറ്റത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ശിവരഞ്ജിത്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. അന്ന് നമുക്ക് ഓർമ്മയുണ്ട്, ആ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത് ഉത്തരക്കടലാസുകളാണ്. PSCയുടെ ഉത്തരക്കടലാസുകൾ കൊണ്ട് മാത്രം ഒരാൾ 1ാം റാങ്കിൽ അങ്ങനെ എത്തിപ്പെടില്ല എന്ന് നമുക്കറിയാം. മൂന്നാമത് പറയാനുള്ളത് ചോദ്യക്കടലാസുകൾ രൂപപ്പെടുത്തുന്ന രീതിയാണ്. ഇത് ഈ സംസ്ഥാനത്തെ എല്ലാ പരീക്ഷകളും അട്ടിമറിക്കുന്ന ഒരു സ്ഥിരം പാറ്റേണാണ്. നമ്മൾ കോപ്പറേറ്റീവ് ബാങ്കുകളിലെ നിയമനങ്ങളെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കിതറിയാം. ചോദ്യം സെറ്റ് ചെയ്യാൻ ഒരു ഗ്രൂപ്പിൻ്റെ കയ്യിൽ കൊടുക്കുക, ആ ചോദ്യ പേപ്പറുകൾ നേരത്തെ ഇവരുടെ കയ്യിൽ കിട്ടും, സീൽ ചെയ്ത് അവിടെ എത്തുകയും ഒക്കെ ചെയ്യും. പക്ഷേ അതിനു മുമ്പ് എത്തും, അതുവഴി വേണ്ടപ്പെട്ടവർക്ക് ഇത് എത്തിച്ചു കൊടുക്കും. ഇവിടെ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ഈ PSC അംഗങ്ങൾ എത്ര എണ്ണം ഉണ്ടെങ്കിലും അവരോട് ചോദിച്ചാൽ മനസ്സിലാകുന്നത് ചെയർമാനും പരീക്ഷ കൺട്രോളറും അവിടുത്തെ വേറൊരു കോക്കസ് മാത്രമാണ് അത് തീരുമാനിക്കുന്നതെന്നാണ്. ഇവർക്ക് ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. ഒരു കൂട്ടുത്തരവാദിത്വം പോലും ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയധികം മെമ്പർമാരെ എന്തിനാണ് ഓരോ ഘടകകക്ഷിക്കും കൊടുത്ത് അങ്ങനെ കൊണ്ടുവന്ന് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ മാത്രമായിട്ടുള്ളൊരു വേദിയായിട്ട് വെക്കുന്നതെന്ന് പരിശോധിക്കണം. പരീക്ഷ പേപ്പർ, ചോദ്യ പേപ്പർ എങ്ങനെയാണ് ഇതുവരെ പ്രിപ്പയർ ചെയ്തതെന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ട ഒന്നാണ്. നാലാമത്തെ കാര്യമാണ് നിങ്ങൾ പറഞ്ഞതുപോലെ ഇവിടുത്തെ നിയമനം. ഇപ്പം PRDയിലുണ്ടായ നിയമനം, അസിസ്റ്റൻ്റ് ഇൻഫർമേഷൻ തസ്തികയിലൊക്കെ ഉണ്ടായത് എങ്ങനെയാണ് PRDയിൽ നിന്ന് പ്രിസം എന്നൊക്കെ പറഞ്ഞ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്ന് നമുക്കറിയാം. ഇപ്പോൾ ടെക്നോ പാർക്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് PSC പരീക്ഷ എഴുതണമെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പോരാ, ലേബർ ഓഫീസർ കൗണ്ടർ സൈൻ ചെയ്ത് അവർ പരിശോധിച്ച ശേഷം കൊടുക്കുന്നത് വേണം. നിങ്ങളുടെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് പോകുന്നിടത്തും അതേപോലെ ലേബർ ഓഫീസർ കൊടുക്കുന്നത് വേണം. എങ്ങനെയാണ് ഈ പ്രിസത്തിൻ്റെ മാത്രം അവിടുന്ന് കൊടുത്ത ഇതുപോലെ മാറ്റി മാറ്റി കൊടുക്കാവുന്ന ഒരു സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വന്നത്? അപ്പം ഞാൻ പറഞ്ഞത്, ഈ ഭരണഘടനാ സ്ഥാപനമൊന്നും ഇത്രയധികം വിശ്വാസ്യത ഉണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ സ്ഥാപനത്തിന് എക്സിക്യൂട്ടീവിലുള്ള തൽപര കക്ഷികളുമായി ഒരു ഹാൻഡ് ഷേക്ക് ഉണ്ടായിരുന്നു, അവർ തമ്മിലൊരു ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഈ പല നിയമനങ്ങളും ഇതുപോലെ നടന്നത്. അഞ്ചാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. മാധു പറഞ്ഞതുപോലെ PSCയിൽ തന്നെയുള്ള താൽക്കാലിക നിയമനങ്ങൾ, ഈ നിയമങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി പോലും അല്ലാതെ അവർ താൽക്കാലിക നിയമനം നടത്തുന്നത് തന്നെ അഭംഗിയുണ്ട്. പക്ഷേ അത് നടത്തണമെങ്കിൽ വ്യവസ്ഥാപിതമായിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്നോ എടുക്കേണ്ടതിന് പകരം ഇതുപോലെ തൊരുകി കയറ്റുക എന്ന് പറഞ്ഞാൽ തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്നാണ്. ഇവർക്കിത് പറയാനോ ഇങ്ങനെ നിയമനങ്ങൾ ഇങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്ന് പറയാനോ ഉള്ള ധാർമ്മികമായ അവകാശം പോലും ഇല്ലാതാക്കുന്ന ഒന്നാണ്. അങ്ങനെ നമ്മൾ നോക്കിയാൽ ഈ സമീപകാലത്ത് ഈ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത പൂർണ്ണമായി ഇല്ലാതാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മെമ്പർമാർക്കും അവിടെ നിൽക്കാൻ തുടരാൻ യഥാർത്ഥത്തിൽ അവകാശമില്ല. ഈ സ്ഥാപനത്തിന് തന്നെ അതിൻ്റെ വിശ്വാസ്യതയ്ക്കാണ് അവരെ കളങ്കം ഏൽപ്പിച്ചത്. അത് നമുക്ക് സ്ഥാപനം വേണ്ടെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല, നമ്മുടെ മുന്നിൽ വേറൊരു മാർഗമില്ല, ഇത് ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. പക്ഷേ ഇവരവിടെ തുടരുന്നത് അതിന് തടസ്സമാണെന്നുണ്ടെങ്കിൽ ഭരണഘടനാ പ്രതിസന്ധി സൃഷ്ടിക്കാതെ ഇവരിത് കളഞ്ഞിട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. എക്സിക്യൂട്ടീവിൻ്റെ അഭിപ്രായമാണ് ഇപ്പോൾ ചാർത്തി കിട്ടിയത്. അതുകൊണ്ട് വളരെ ഗൗരവതരമായി ഇവരെ ആലോചിക്കണം, അല്ലെങ്കിൽ ജനം അതിനെക്കുറിച്ച് ആലോചിക്കണം. ഓക്കെ, ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പം നേരത്തെ ഞാൻ ഈ PSCയിലെ താൽക്കാലിക നിയമനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, പാർട്ടി പത്രത്തിലെ ജീവനക്കാരന് PSCയുടെ പബ്ലിക്കേഷൻ ലേഔട്ടിന് ചുമതല നൽകി മാസം 22,000 രൂപ ശമ്പളം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൈരളി TVയിലെ ഒരു അവതാരകന് റൂസയുടെ ടെക്നിക്കൽ കൺസൾട്ടന്റ് എന്ന നിലയ്ക്ക് അതിൽ 2 തരത്തിലുള്ള ശമ്പളമാണ്. 75,000 രൂപ വരെ ശമ്പളമുള്ള ഒരു പോസ്റ്റുണ്ട്, 1.5 ലക്ഷം രൂപ വരെ ശമ്പളമുള്ള ഒരു പോസ്റ്റുണ്ട്. ആ നിലയ്ക്ക്
നിലയ്ക്കുള്ള നിയമനം ഉണ്ടായിരുന്നു. അത് ഈ സർക്കാർ റദ്ദാക്കും എന്നുള്ള ഒരു വാർത്ത കഴിഞ്ഞ ദിവസമുണ്ടായി. കുപ്പിയും കോഴിക്കാലുമെന്ന് നാട്ടിലെ മാധ്യമപ്രവർത്തകരെ മുഴുവൻ അധിക്ഷേപിക്കുന്നതിനിടയിലായിരുന്നു ഈ കണ്ട കുപ്പിയും കോഴിക്കാലും വിതരണവും. മാധു, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഇപ്പം ഞങ്ങൾ UDF സർക്കാർ വന്നു, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF സർക്കാർ അധികാരത്തിൽ വന്നിരിക്കും. ഞങ്ങളുടെ ഭാഗത്തും വീഴ്ചകൾ സംഭവിച്ചാൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം, ഞങ്ങളും ചൂണ്ടിക്കാണിക്കും, നമ്മളും കറക്റ്റ് ചെയ്യാൻ തയ്യാറാണ്. വീഴ്ചകളൊക്കെ മനുഷ്യ സഹജമാണ്, മനുഷ്യരാണല്ലോ അധികാരത്തിലിരിക്കുന്നതും എല്ലാവരും. അപ്പോൾ വീഴ്ചകൾ സ്വാഭാവികമാണ്. അത്തരം വീഴ്ചകൾ വരുമ്പോൾ അത് കൃത്യമായി ചൂണ്ടിക്കാണിച്ച് സമയബന്ധിതമായി തിരുത്തുന്നതാണ് ഒരു ജനാധിപത്യ മര്യാദ എന്ന് വിചാരിക്കുക. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലമാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ PSCയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ PSC അംഗങ്ങളും ചെയർമാനും അടക്കം അവർ നടത്തുന്ന നിയമനങ്ങൾ, പരീക്ഷകൾ, വാല്യുവേഷൻസ്, റാങ്ക് ലിസ്റ്റ്, ഇങ്ങനെ എല്ലാം വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് മാറിയത്. അതിൻ്റെ ഉത്തരവാദിത്തം CPM-നും LDF-നുമാണ്. ആ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കണം. ഇവിടെ താൽക്കാലിക നിയമനം നടത്തുന്നു, കരാർ നിയമനം നടത്തുന്നു, പാർട്ടി പത്രത്തിലും ചാനലിലും പണിയെടുക്കുന്ന ആ വല്ലാത്ത നീതിബോധത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ആളുകൾ ഒരു ഉളുപ്പുമില്ലാതെ പൊതുഖജനാവിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് ഈ ചാനലിലും പാർട്ടി പത്രത്തിലും ഇരുന്ന് ഈ പണിയെടുത്തുകൊണ്ടിരുന്നത്. ഒരേ സമയം ഇരട്ട നിലപാട് പറയുന്ന ആളുകളാണ് ഇവർ. അപ്പോൾ അവരുടെ ഒന്നും വിശ്വാസ്യത നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല, അതില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഈ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. CPM പ്രതിനിധികളെ വിടണം, ചർച്ചയ്ക്ക് വിടണം, അവർ രാഷ്ട്രീയ നിലപാട് പറയണം. അവിടെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ അവരുടെ ചെയ്തികളുടെ പാപഭാരം, അവരുടെ കുറ്റബോധം വേട്ടയാടുന്നതുകൊണ്ടാണ് CPM-നും DYFI-ക്കും ഈ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് ഒരു പ്രതിനിധിയെ പോലും വിടാൻ പറ്റാത്തത്. ഞാൻ പറയുന്ന അവർക്ക് സമരമില്ലേ? കേരളത്തിലെ യുവജനങ്ങളുടെ പ്രതീക്ഷയായിട്ടുള്ള, സർക്കാർ ജോലി സ്വപ്നം കാണുന്ന യുവജനങ്ങളുടെ പ്രതീക്ഷയായിട്ടുള്ള PSCയെ താറുമാറിയാക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ അനധികൃത നിയമനം, തട്ടിപ്പ്, മാർക്ക് ലിസ്റ്റ് കൊള്ള, ഇത്തരം തട്ടിപ്പുകളിൽ DYFI-ക്ക് ഒരു ടേക്കില്ലേ? അവർക്കൊരു സമരമില്ലേ? അപ്പോഴാണ് നമ്മൾ നസീമിൻ്റെയും ശിവരഞ്ജിത്തിൻ്റെയും ഒക്കെ കേസ് നമ്മൾ മുന്നിലേക്ക് വെക്കുന്നത്. ആ സമാനമായ ചില ബന്ധങ്ങൾ ആരോപിക്കപ്പെടുന്നത്. എനിക്കിപ്പോൾ DYFI നേതാവിൻ്റെ ഭാര്യയുടെ റാങ്ക് ലിസ്റ്റിനെ കുറിച്ചിട്ട് ആരോപണം ഉന്നയിക്കാൻ എൻ്റെ മുമ്പിൽ തെളിവില്ലാത്തത് കൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മളുടെ മുമ്പിൽ മുൻ മന്ത്രി MP രാജേഷിൻ്റെ ഭാര്യ നിനിത കണിച്ചേരിക്ക് ശീർഷാസന നിയമനം കൊടുത്ത സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ നിയമനമുണ്ട്. KK രാഗേഷിൻ്റെ ഭാര്യ പ്രിയ വർഗീസിന് കൊടുത്ത നിയമനത്തെക്കുറിച്ചുള്ള ആരോപണങ്ങളുണ്ട്. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഉദാഹരണങ്ങളെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ CPM-ന്റെ മൗനം. ഇവിടെ നമ്മുടെ ഇടതു സഹയാത്രികൻ എന്ന രീതിയിൽ വന്നിരിക്കുന്ന ജയചന്ദ്രൻ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം എന്നോട് വിയോജിക്കുന്നു. എന്നോട് താങ്കൾ വിയോജിച്ചോളൂ, താങ്കൾ എത്ര വേണമെങ്കിലും വിയോജിച്ചോളൂ. ഞാൻ ഉന്നയിക്കുന്ന രാഷ്ട്രീയ ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടെന്ന് ഓർക്കണം. PSC ചെയർമാൻ്റെയും മെമ്പർമാരുടെയും അല്ലെങ്കിൽ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ്റെയും പേരൊക്കെ പറയുന്നില്ല എന്ന് എന്താ പറയാൻ പ്രയാസം? ഡോക്ടർ MR ബൈജു PSC ചെയർമാൻ ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത ഒന്നാമത്തെ പ്രതിയാണ്. എത്ര വലിയ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ആളായാലും കേരളത്തിലെ യുവാക്കളുടെ, സർക്കാർ ജോലി സ്വപ്നം കാണുന്ന യുവതി-യുവാക്കളുടെ സ്വപ്നത്തിന്റെ മേൽ കരിമ്പണം പുതപ്പിച്ച ആളുടെ പേരാണ് MR ബൈജു PSC ചെയർമാൻ. കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ആരാ? ബിനി K എബ്രഹാം. ഇവർക്കൊക്കെ ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് പോകണം എന്നുള്ളതാണ് രാഷ്ട്രീയ നിലപാട്. അല്പം ഉൾപ്പുണ്ടെങ്കിൽ ഇവരൊക്കെ ഏത് പത്രാസിൽ അഭിനയിച്ചാലും സമൂഹത്തിനെ കൊള്ളയടിച്ച ആളുകളുടെ പേരിലാണ് ഇവർ അറിയപ്പെടുക. ഇതൊന്നും ഒരു കൊടിയ പാതകമായിട്ട് ജയചന്ദ്രൻ സാർ കാണുന്നില്ലെങ്കിൽ പിന്നെ എന്ത് നീതിബോധമാണ് സാർ താങ്കൾക്ക് ഇത്രയും കാലം രാഷ്ട്രീയ നിരീക്ഷകനായിട്ടിരുന്നിട്ട് കിട്ടിയത്? ഇതൊക്കെ സാധാരണക്കാരെ കൊള്ളയടിക്കുന്നതെന്ന് പറയാനുള്ള ആർജവം പോലും ഇല്ലെങ്കിൽ, ഇതൊന്നും ഒരു പാതകമായിട്ട് താങ്കൾക്ക് തോന്നുന്നില്ലെങ്കിൽ താങ്കളുടെ നീതിബോധമാണ് എനിക്ക് വല്ലാത്ത സങ്കടം നൽകുന്ന കാര്യം. ഇനി ചോദ്യപേപ്പർ നിർമ്മിക്കുന്നത്, അതിൻ്റെ വാല്യുവേഷൻ, റാങ്ക് ലിസ്റ്റ്, അപ്പോയിൻമെന്റ്, എല്ലാത്തിലും തട്ടിപ്പ് നടത്തിയ ഒരു 10 വർഷക്കാലത്തിന് ഉത്തരവാദിത്തം പറയാൻ ഭരണത്തിൽ നിന്ന് പോയിട്ടും CPM-ന് അധിക ബാധ്യത വന്നിരിക്കുകയാണ്. ഇവിടെ ഭരണത്തിൽ നിന്ന് പോയിട്ടും, അതായത് തോറ്റു കഴിഞ്ഞിട്ടും ഇനി അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ പോലും തോൽക്കാനുള്ള പണിയാണ് കഴിഞ്ഞ 10 വർഷക്കാലം CPM-ന്റെ നേതൃത്വത്തിൽ LDF സർക്കാർ കേരളത്തിൽ നടത്തി വച്ചിരിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് PSCയിലെ പിൻവാതിൽ നിയമനങ്ങൾ, പാർട്ടി നിയമനങ്ങൾ, പിണറായി അടിമകൾക്ക് കൊടുത്തിട്ടുള്ള നിയമനങ്ങൾ. ഇതിന് ഉത്തരവാദിത്തം പറയാൻ ശേഷിയില്ലാത്ത ആളുകൾ, അവർ പറയുന്ന PSC അംഗങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലെന്നാണ് M ജയചന്ദ്രൻ പറയുന്നത്. ഒരു ധാരണയും ഇല്ലാത്തവരാണെങ്കിൽ വീട്ടിൽ പോയിരിക്കണം സാർ. പെൻഷൻ പോലും വേണ്ടെന്ന് പറഞ്ഞ് ജോലി ഈ PSC മെമ്പർ സ്ഥാനം ത്യാഗം ചെയ്തിട്ട് ഈ 18 അംഗങ്ങൾ വീട്ടിൽ പോയിരിക്കണമെന്ന് പറയാനുള്ള ആർജവമെങ്കിലും താങ്കൾ കാണിക്കണമെന്നേ. ശരി ഡോക്ടർ ജിൻഡോ ജോൺ. ശ്രീ M ജയചന്ദ്രൻ, ഇടത് യുവജന സംഘടനകൾക്ക് എന്തുകൊണ്ടാണ്, PSC ഒരു സ്വയംഭരണ സ്ഥാപനമാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നടക്കുന്ന അട്ടിമറികളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്തെ യുവജന സംഘടനകൾക്ക് എല്ലാവർക്കും ഒരു ധാർമ്മിക രോഷം ഉണ്ടാകേണ്ടതാണ്. അത്തരം പോലും പ്രതിഷേധമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കാം സാർ? അല്ല, ജിൻഡയൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേ ഒറ്റ കാര്യം പറയാനുള്ളൂ. ഞാൻ ഈ ചർച്ചയിൽ ആദ്യം എൻ്റെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ഈ അവിടെ നടന്ന ക്രമക്കേടുകളുടെ ഉത്തരവാദിത്വം ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ആരോപിച്ചത് ഇപ്പോഴും നിൽക്കുന്നത് PSC ചെയർമാനിലാണ്. ഈ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ നേതൃത്വം വഹിക്കുന്ന ആളിനെ ഇത്ര പരസ്യമായി ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറഞ്ഞിട്ട്
അതിനെ സംബന്ധിച്ചല്ല പിന്നെ ബാക്കി അഭിപ്രായങ്ങൾ വരുന്നത്, ചോദ്യം വരുന്നത്. മാധുവിൻ്റെ പോലും ചോദ്യം അത്തരത്തിലല്ല. ഞാൻ അതിലേക്ക് തർക്കത്തിനില്ല. പക്ഷെ എൻ്റെ സ്റ്റാൻഡ് ക്ലിയറാണ്. ഞാൻ ആ സ്ഥാപനത്തിൻ്റെ തലവനെയാണ് തുടക്കം മുതലേ ചോദ്യം ചെയ്തത്, ഇപ്പോഴും ചോദ്യം ചെയ്യുന്നത്, നാളെയും അത് ചെയ്യും. അതിന് എനിക്ക് യാതൊരു മടിയുമില്ല. അതിന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ പൊതിഞ്ഞു പിടിക്കുകയോ അവരുടെ തലോടൽ കിട്ടുകയോ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വവും ആഗ്രഹം പോലും എനിക്കില്ല. പിന്നെ എൻ്റെ നീതിബോധം, ജിൻഡോ ജോൺ, എൻ്റെ നീതിബോധം താങ്കളുടേതാവില്ലല്ലോ, സ്വാഭാവികമല്ലേ. അത് ഓരോരുത്തരുടെ വ്യക്തിനിഷ്ഠമാണ്, അത് ആത്മനിഷ്ഠവുമായിരിക്കും. അതങ്ങനെ അങ്ങനെ കാണാൻ സൗകര്യമുണ്ടെങ്കിൽ കണ്ടാൽ മതി. എൻ്റെ നീതിബോധത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരാളുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് ഒരു കാലത്തും പ്രതീക്ഷിച്ചിട്ടില്ല, അങ്ങനെ ജീവിച്ചിട്ടുമില്ല. എൻ്റെ നീതിബോധം, എൻ്റെ ആത്മനിഷ്ഠമായ സമീപനങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. അതെക്കാലവും ധീരമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏത് ചർച്ചയിലും പറയുകയും ചെയ്യും. ഈ നീതിബോധം നിങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ സന്തോഷം, നിങ്ങൾക്ക് സ്വീകരിക്കാതിരിക്കാം. എനിക്ക് നിർബന്ധമില്ലല്ലോ നിങ്ങൾ എൻ്റെ അഭിപ്രായം സ്വീകരിക്കണമെന്ന്. വിയോജിച്ചാൽ മതി, അത്രേ ഉള്ളൂ നിലപാട്. അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, PSCയുമായി ബന്ധപ്പെട്ട ഈ നിയമനങ്ങളും പരീക്ഷകളുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടായി ഇത്രയും ദിവസമാകുന്നു. നമുക്ക് മുന്നിൽ മറുപടി പറയാൻ കൃത്യമായ ഒരാളില്ല. ഇതിൽ അന്വേഷണം പ്രഖ്യാപിക്കുക എന്നത് മാത്രമാണ് സർക്കാരിന് ചെയ്യാനുള്ളത്. അത് ആഭ്യന്തര അന്വേഷണ പ്രഖ്യാപനമായിരുന്നു, അതും അട്ടിമറിക്കപ്പെട്ടു. നേരത്തെ മന്ത്രി അടക്കം നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തു. ഇനിയുള്ള പരീക്ഷകളുണ്ടല്ലോ, ഇനിയുള്ള പരീക്ഷകളെങ്കിലും സുതാര്യമായി നടക്കണം എന്നതാണ് ഏറ്റവും നിർബന്ധമുള്ള കാര്യം. PSCയുടെ സ്ട്രക്ചർ അങ്ങനെ തന്നെയാണ്, അതിൽ രാഷ്ട്രീയ നിയമനങ്ങൾ തന്നെയാണ് ബോർഡംഗങ്ങളിലൊക്കെ നടക്കുക. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പോൾ ഒഴിവുള്ള ബോർഡുകളിലേക്ക് കോൺഗ്രസിന്റെ നോമിനികളായിരിക്കും വരിക. അപ്പോൾ ഈ PSC പരീക്ഷകളോ അതിന്റെ നടത്തിപ്പോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ സുതാര്യത ഉറപ്പുവരുത്താൻ എന്താണ് ചെയ്യാൻ സാധിക്കുക? മധു, തൊട്ടുമുമ്പത്തെ ടേക്കിൽ എനിക്ക് അങ്ങനെയുമായിട്ടുള്ള സംഭാഷണത്തിൻ്റെ കണക്ഷൻ പോയതുകൊണ്ടാണ് എനിക്കത് കേൾക്കാൻ പറ്റാതെ പോയത്, ക്ഷമിക്കുക. ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു വർഷം ശരാശരി 25,000 മുതൽ 30,000 വരെയാണ് PSC നിയമനങ്ങൾ നൽകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്രയും നിയമനങ്ങൾ നൽകുമ്പോൾ കേരള ഹൈക്കോടതിയിലേക്ക് 6,000-ലധികം കേസുകളും ഇതിനൊപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഒരു സംസ്ഥാന സർക്കാർ ഭരണഘടനാ സ്ഥാപനത്തിലൂടെ തൊഴിൽ നൽകുന്നു എന്നതിനെ ഉപരി, അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ കണക്കാക്കേണ്ട മറ്റൊരു കാര്യമാണ് തൊഴിലുമായി ബന്ധപ്പെട്ട്, കൊടുക്കുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട് കേസുകൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത്. അതായത് ലിറ്റിഗേഷൻ കോസ്റ്റ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് നമ്മൾ കണക്കാക്കിയ നോക്കൂ. അതായത് PSC തൊഴിൽ കൊടുക്കുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ജയലാൽ എന്ന് പറയുന്ന ഇതിലെ 5ാം റാങ്ക് കിട്ടിയ വ്യക്തിയാണ് 1ാം റാങ്ക് കിട്ടിയ അരുൺ പ്രതാപിനെതിരെ ഈ പ്ലാനിംഗ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേസിന് പോയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് PSCക്ക് ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, സ്റ്റാൻഡിംഗ് കൗൺസിലുണ്ട്, ശമ്പളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേരള ഹൈക്കോടതിയിൽ ഒരു കേരളത്തിൽ 20,000 പേർക്ക് തൊഴിൽ കൊടുക്കുമ്പോൾ അതിൽ 7,000 പേർ കേസിന് പോകുന്നു. കേസിന് പോകാത്ത എത്രയോ പേരുണ്ട്. അപ്പം അതാണ് ആ സാമ്പത്തിക വിഷയം പോലും നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാതെ പോകുന്നുണ്ട്. ഒരു സാമൂഹിക വിഷയമല്ലേ, എത്ര രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിക്കുക, എത്ര സാധാരണക്കാർ വലിയ വലിയ വക്കീലന്മാരെ കൊണ്ടുവന്ന് അതിൻ്റെ ഫീസ് നമുക്കറിയാം. നമ്മൾ ഈ വിഷയം ബന്ധപ്പെട്ട് ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ എത്ര പേരാ വിളിക്കുന്നറിയാമോ? വർഷങ്ങളായിട്ട് അവരുടെ കേസുകൾ അവിടെ കിടക്കുക. അപ്പോൾ അതൊരു വിഷയം. ഈ ലിറ്റിഗേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ പണമാണ്, നമ്മുടെ ടാക്സ് പണമാണ്, നമ്മുടെ നികുതി പണമാണ്. നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങിച്ച് സർക്കാരുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ കാണിക്കുന്ന വൃത്തികേടും, ഞാൻ ആ ഭാഷ ഉപയോഗിക്കുന്ന തെമ്മാടിത്തരവും കൊണ്ട് വീണ്ടും നമ്മൾ സർക്കാരിലേക്ക് കേസ് നടത്താൻ പൈസ കൊടുക്കുന്ന ഗതികെട്ട വർഗമായി മലയാളികൾ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും എങ്ങനെ ഇതിനെ നവീകരിക്കാം? ഞാൻ സ്പെഷ്യൽ റൂൾസ് എന്ന് പറയുന്നതിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒരു PSCയുമായി ബന്ധപ്പെട്ട് 950 ഇതിൻ്റെ റൂൾസ്, അത് പ്രകാരമാണ് ഇതിൻ്റെ അപ്പോയിൻമെൻറ്റുകൾ നടക്കുക. അത് മനസ്സിലാക്കണം. അതായത് ഇതിൻ്റെ പ്രൊമോഷൻ, സാലറി, ഇതൊക്കെ ഇപ്പോഴും സെറ്റ് ചെയ്തിരിക്കുന്നത് 950 റൂൾസുമായി ബന്ധപ്പെട്ടാണ്. അതായത് നമുക്കറിയാം, ഒരു ഓഫീസ് അസിസ്റ്റന്റിനെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് SSLC ആണ്. അങ്ങനെ പറ്റുമോ? പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് DCAയും അതുപോലെ തന്നെ MBA ഒക്കെ പഠിച്ച ക്രൈറ്റീരിയ വേണ്ടത് ഇപ്പോഴും SSLCയും +2മാണ്. അപ്പോൾ ആ നിലവാരം പോലും, അതായത് ബാക്കിയുള്ള എല്ലാ മേഖലകളിലും വലിയ രീതിയിൽ വിപ്ലവം നടത്തുമ്പോൾ ഭരണഘടനാ സ്ഥാപനത്തിലൂടെ ഈ നാട്ടിലെ പഠിക്കുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനം ഇപ്പോഴും അപരിഷ്കൃതമായി തുടരുന്നു എന്നുള്ളത് ഏറ്റവും ഖേദകരമായ വസ്തുതയാണ്. അതിനെ എങ്ങനെ വിപുലീകരിക്കാം, അല്ലെ എങ്ങനെ ഭംഗിയാക്കാം എന്നുള്ളതിൽ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. ഇതിന്റെ നിയമനങ്ങൾ, ഇതിന്റെ PSC മെമ്പർമായിട്ടിരിക്കുന്ന വ്യക്തികളുടെ നിയമനങ്ങൾ രാഷ്ട്രീയ അതീതമാക്കുക. നിങ്ങൾ രാഷ്ട്രീയക്കാരെ എടുത്തോളൂ, കോൺഗ്രസ് പാർട്ടി വരുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്കാരെ എടുത്തോളൂ. പക്ഷേ ഈ നാട്ടിലെ ചെറുപ്പക്കാരോട് കമ്മിറ്റ്മെന്റ് ഉള്ള, അക്കൗണ്ടബിലിറ്റി ഉള്ള, പാർട്ടിക്കാരുടെ പെട്ടി താങ്ങി വീതവെപ്പിന്റെ ഭാഗമായി ഭരണഘടനാ സ്ഥാപനത്തിന്റെ പദവിയിൽ വരാത്ത മനുഷ്യരെ, പണം കണ്ട കണ്ണു മഞ്ഞളിക്കാത്ത മനുഷ്യരെ ഇതിന്റെ സ്ഥാപനത്തിലോട്ട് കൊണ്ടുവന്നാൽ ഈ വൃത്തികേട് നടക്കില്ല എന്നുള്ളത് ഏറ്റവും മിനിമം ഒരു റിക്വസ്റ്റ്.
ശരി, ഡോക്ടർ ജിൻഡോ ജോൺ നേരത്തെ മിനിസ്റ്ററോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് എന്താണ് നടക്കുന്നത് എന്നത് സംബന്ധിച്ച്, അതായത് ഞാൻ ഈ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ നിയമനം അതിലേക്ക് തദ്ദേശ വകുപ്പ് പോകുന്നു, 500ഓളം ഒഴിവുകളുണ്ട്, ലിസ്റ്റ് നിലവിലുണ്ട്, അത്തരം തീരുമാനമെടുക്കാനുള്ള അടിയന്തര പ്രാധാന്യത്തോടെ അംഗീകാരം നൽകണമെന്ന് വകുപ്പ് സെക്രട്ടറി നിലവിൽ ഫയൽ കുറിച്ചിട്ടുണ്ട്. അത് അനധികൃതമാണ്, നീതികേടാണ് എന്ന് ഉദ്യോഗാർത്ഥികൾ നമ്മളോടടക്കം പറയുന്നുണ്ട്. അതിലേക്ക് പോകുമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പ്രോപ്പറായ ഒരു ഉത്തരം നൽകുന്നില്ല. അംഗം കേട്ടതാണ്, അദ്ദേഹത്തിന് ആ വിഷയം അറിയില്ല എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് പറയാൻ കഴിയുന്ന ഒന്നുണ്ട്, അത് ഈ സർക്കാരിന്റെ കാലത്ത് അങ്ങനെയൊന്നും ഉണ്ടാകില്ല, അതിൽ ഇടപെടും എന്നാണ്. സ്വാഭാവികമായും അദ്ദേഹം ജൂനിയർ ആയിട്ടുള്ള മിനിസ്റ്ററാണ്, ലീഗിന്റെ വകുപ്പാണ്, അതിലേക്കൊക്കെ അദ്ദേഹത്തിന് ഇടപെടുന്നതിൽ പരിമിതി ഉണ്ടാകും, അന്വേഷിക്കുമായിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ഒരാൾക്ക് അതിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് പറയാമല്ലോ, അങ്ങേക്കും പറയാം. അല്ല മാധവ്, ഞാൻ ഇതിലൊരു ക്ലാരിറ്റി വരുത്താം. ഞാൻ കേരളത്തിലെ സർക്കാരിനെ പ്രതികരിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളല്ല. ഞാൻ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ UDF-നെ പ്രതികരിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. സ്വാഭാവികമായിട്ടും ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സർക്കാരാകുമ്പോൾ അതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ചിട്ടും പറയാൻ ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും മോശപ്പെട്ട കാര്യമുണ്ടെങ്കിൽ അത് പറയാനും സമ്മതിക്കാനും തിരുത്താനും വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിൽ ഒരു മടിയുമില്ലാത്ത ആളും കൂടിയാണ്. താങ്കൾ സൂചിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ OJ ജനീഷ്, ബഹുമാനപ്പെട്ട യുവജന വകുപ്പ് മന്ത്രി, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ ഞാൻ വിശ്വാസത്തിലെടുക്കുകയാണ്. അദ്ദേഹം കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹം ഉദ്യോഗാർത്ഥികളുടെ ആശങ്കയ്ക്ക് അനുസരിച്ചിട്ടുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകും. സർക്കാർ എന്തായാലും ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്ന ഒരു നിലപാട് എടുക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത്തരത്തിലുള്ള നിയമനങ്ങളുമായിട്ട് വരുമ്പോൾ അതിൻ്റെ എല്ലാ രീതിയിലുള്ള വശങ്ങൾ പരിശോധിച്ചുകൊണ്ടുള്ള നിയമനങ്ങളുമായിട്ടായിരിക്കും മുന്നോട്ട് പോകുക. അത് ഞങ്ങളുടെ ഒരു ഉറപ്പാണ്. അതിന് മറിച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ പറയുന്നത് പോലെ മുൻപന്തിയിൽ നിന്ന് സംസാരിക്കാനും എതിർക്കാനും ഞങ്ങളും കൂടി ഉണ്ടാകും. നമ്മൾ ചില ശീലങ്ങൾ മാറ്റി പണിയേണ്ടതുണ്ടെന്നാണ് ഞങ്ങളൊക്കെ വിചാരിക്കുന്നത്. കഴിഞ്ഞ 10 കൊല്ലത്തെ പ്രവർത്തനങ്ങളുടെ പ്രേതം ചുമക്കേണ്ട ബാധ്യത UDF സർക്കാരിനില്ല. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളുടെ ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാകുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ OJ ജനീഷ് പറഞ്ഞത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ശരി, വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. PSC നിയമനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ ഏറെ ആശങ്കയുണ്ടാക്കുന്നതാണ്. അത് ഈ തലമുറയിലെ യുവജനങ്ങളുടെ ആശയും പ്രതീക്ഷയും അസ്ഥാനത്താക്കുന്ന തരത്തിലുള്ള വലിയ വിവാദങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചത് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് അതിനേക്കാൾ വലിയ ആശങ്കയാണ്. നാളെ സെക്രട്ടേറിയറ്റ് മുന്നിൽ പുതിയൊരു സമരം തുടരുകയാണ്. ഈ സർക്കാരിന്റെ നിലപാടെന്ത് എന്ന് കേരളം ഉറ്റുനോക്കുന്നുണ്ട്. Debate with Madhu Saji.